നമുക്ക് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ബലഹീനനായിരിക്കുമ്പോൾ സന്തോഷിക്കുന്നൊക്കെ ആരാ പറയുന്നത്? രോഗിയായിരിക്കുമ്പോൾ സന്തോഷിക്കുന്നു. അങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. എന്തെങ്കിലും വർഷം വരുമ്പോൾ എങ്ങനെയും രക്ഷപ്പെടണമെന്നുള്ളൊരു ചിന്തയല്ലാതെ അതിൽ സന്തോഷിക്കുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. അത് നോർമലായ ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ആപത്തോ അനർത്ഥമോ ബലഹീനതയോ ബുദ്ധിമുട്ടോ തല്ലോ അടിയോ മർദ്ദനമോ ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ അത് ഒരു നല്ല കാര്യമായി, നന്മയാണ്. അതിൽ നമ്മൾ അഭിമാനിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ സ്വഭാവമല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളെ സാധാരണ മറ്റുള്ളവർ കണക്കാക്കുന്നത് സുബോധമില്ലാത്ത ആളുകളെന്നാണ്. പണ്ട് ഒരു മനുഷ്യന്റെ സോമിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അവന്റെ 2 വിരൽ മുറിഞ്ഞുപോയി. അപ്പോൾ അവന് ഒരു വിശ്വാസിയാണ്. അപ്പോൾ അങ്ങനെ ചോര ഒഴുമ്പോൾ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ എന്നും പറഞ്ഞ് ആ സോമില് അങ്ങനെ ഓടി നടന്നു. പിന്നെ അവരെല്ലാം കൂടെ ആശുപത്രി കൊണ്ടുപോയി കുത്തിക്കെട്ടി ഒക്കെ ചെയ്തു. അപ്പോൾ അവനോട് നീ എന്താ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ചോദിച്ചപ്പോൾ ഞാൻ ഭ്രാന്തനെ പോലെ അല്ലല്ലോ പെരുമാറിയത്, സ്തോത്രം ഹല്ലേലൂയ എന്നല്ലേ പറഞ്ഞത്. അത് ഞാനൊരു വിശ്വാസിയാണ്. ഒരു വിശ്വാസിയുടെ കൈ മുറിയുമ്പോൾ അവന് സ്തോത്രം ഹല്ലേലൂയ പറയേണ്ടത്. കർത്താവും പൗലോസും ഒക്കെ ആ മാതൃകയെ കാണിച്ചത്. പക്ഷെ ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒത്തിരി ആളുകൾ, അവരിൽ പലരും വിശ്വാസികളായിരുന്നു. എന്നാലും അവർ പറഞ്ഞ അതത്ര നോർമലാണ് പാർട്ടിയെന്ന് തോന്നുന്നില്ലെന്ന്. ഈ നോർമലാണെന്ന് തോന്നാത്ത ഒരു കൂട്ടം ആളുകളായി വിശ്വാസികൾ എന്ന് പറയുന്നത്. അവര് നോർമലാണെന്ന് ലോകം വിചാരിച്ചാൽ അവരത്ര നോർമൽ അല്ല ദൈവത്തിന് മുൻപാകെ എന്ന് വിചാരിക്കേണ്ടതുള്ളത് നല്ലതാണ്. എൻ്റെ ഒരു സ്നേഹിതന് ഡ്രൈവ് ചെയ്യുമ്പോൾ, അമേരിക്ക വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ പുറകെ വന്ന ഒരു വണ്ടി പുറകിൽ വന്ന് വളരെ വണ്ടി 100-120 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. വണ്ടി വന്ന് പുറകിലിടിച്ചിട്ട് ഈ വണ്ടിയെ തെറിപ്പിച്ചു പാലത്തെ കൂടെ പൊങ്ങി ചെന്ന് 10-40 അടി താഴെയുള്ളതായിരിക്കുന്ന ആറിൽ ഈ വണ്ടി വെള്ളത്തിൽ മൂക്ക് കുത്തി അങ്ങനെ വീണു. ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നില്ല, ദേഹമൊന്നും പറ്റിയില്ല. പുള്ളിക്കാരൻ ചെറിയ ഡോറ് തുറന്നിറങ്ങി. അപ്പോഴത്തേക്ക് വണ്ടി ഇടിച്ചു പോയപ്പോഴത്തേക്ക് വന്ന വണ്ടികളെല്ലാം നിന്നു. ഒരു 10-100 വണ്ടികളെങ്കിലും അവിടെ നിൽക്കൊണ്ട് ആളുകളെല്ലാം നീക്കിയാണ്. അപ്പോൾ ഈ സ്നേഹിതൻ വണ്ടി എന്നിറങ്ങി വന്നിട്ട് അവിടെ നിന്നിട്ട് സുവിശേഷം പ്രസംഗിച്ചു. എന്നെ ഇടിച്ചു തെറിപ്പിച്ചതാണെങ്കിലും ഞാൻ ഇങ്ങനെ വന്ന് വീണതിന് ഉദ്ദേശമുണ്ട്, നിങ്ങളോടെല്ലാം സുവിശേഷം പറയണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്, അതുകൊണ്ട് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ടേ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് ആളുകൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന് കഴിഞ്ഞു. 2 വിരൽ മുറിഞ്ഞവൻ ഹല്ലേലൂയ ഗ്ലോറി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അതെല്ലാം ഓടി നിൽക്കാൻ കഴിഞ്ഞു. അതേസമയം വിശ്വാസികളായിട്ടുള്ള മറ്റു പലര് ആ മനുഷ്യനെ കണ്ടിട്ട് പറഞ്ഞു അത്ര നോർമലാന്ന് തോന്നുന്നില്ല പാർട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പൗലോസ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്ര നോർമൽ ആണെന്ന് തോന്നുന്നില്ലെന്നാണ് നമുക്ക് തോന്നേണ്ടത്, അല്ലേ? ഇപ്പൊ പറയാണ്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ തന്നെ. അഹങ്കാരം ഉണ്ടാകാതിരിക്കാനായിട്ട് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു? സാത്താന്റെ ഒരു ദൂതനെ, ഒരു ഭൂതത്തെ അയച്ചിട്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ എടുത്തിട്ട് ഇരിക്കുക, കുത്തുക എന്നാ പറഞ്ഞു. അത് രോഗമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതൊരു ഭൂതം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും അത് നീങ്ങിപ്പോവാനായിട്ട് 2-3 പ്രാവശ്യം പൗലോസ് പ്രാർത്ഥിച്ചു. കർത്താവ് എന്തോ പറഞ്ഞു, നിനക്ക് ആ ഭൂതത്തിന്റെ തല്ല് തന്നെ കൊള്ളം, നിന്നെ അത് ഇടിക്കാനായിട്ട് ഞാൻ വിട്ടിരിക്കുന്ന, അവനെല്ലാം ആവശ്യമുള്ളപ്പോഴെല്ലാം വന്ന് നിന്നെ ഇടിക്കുന്നതാണ്. ഇടി മൂക്കുമ്പോൾ ഞാൻ നിനക്ക് കൃപ തന്നോളാം, സ്തോത്രം പറയാനുള്ള കൃപ തന്നേക്കാം എന്നാ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഏതെങ്കിലും മനുഷ്യൻ അവൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമോ? തിയോളജി പഠിപ്പിച്ച ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാലം ഞൊണ്ടിയതാ, ഒരു കാലിന് നീളം കുറവാ. അപ്പൊ ഞാൻ കിടക്കുന്നത്, പിന്നെ ഒരു വടിയും കുത്തി അതേ കാലം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആരോ പിള്ളേരോട് ക്ലാസ്സിൽ ഇരുന്നെന്തോ ആവശ്യമില്ല സംസാരിച്ചപ്പോൾ അദ്ദേഹം കൊണ്ട് ഇന്ന് പറഞ്ഞാ, ഈ ഞൊണ്ടിയ കാലം കൊണ്ട് നിനക്കൊരു തൊടി തന്നാൽ നീ കഥകിന്റെ അകത്തൂടെ പോയി പുറത്തു പോയി വീഴുമെന്ന് പറഞ്ഞു. ഈ പൊങ്ങാത്ത കാലം കൊണ്ടേ ഞാൻ നിനക്കൊരു തൊടി തന്നാൽ നീ പുറത്തു പോയി വീഴുമെന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേരെല്ലാം ചിരിച്ചു. കാരണം അദ്ദേഹത്തിന് ആ കാല് പൊക്കി തൊഴിക്കാൻ ഒക്കില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഞൊണ്ടിയാണെന്ന് വിചാരിച്ച നീ ഈ ക്ലാസ്സിൽ ശല്യം ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കുകയില്ല. അദ്ദേഹത്തിന്റെ കാല് ഞൊണ്ടിയാണെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിമാനമേ ഉള്ളൂ, ഞാൻ പ്രശംസിക്കേ ഉള്ളൂ.
അതേക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറയാനായിട്ട് കഴിയുന്ന ആളുകൾ വളരെ കുറവ് ആളുകളാണ്. വളരെ കുറച്ച് ആളുകളെ അങ്ങനെ ചെയ്യും. പിന്നെ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? 10 പൈസ അത്യാവശ്യത്തിന് ചായ വാങ്ങിച്ചു കുടിക്കാനില്ല. ബുദ്ധിമുട്ട്, ഞെരുക്കം, കഷ്ടത, പട്ടിണി, തല്ല് എന്ന് വേണ്ട എല്ലാം ക്രിസ്തുവിന് വേണ്ടി കൊള്ളുമ്പോ താൻ എന്ത് ചെയ്യുന്നെന്നാ പറഞ്ഞത്? ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? പൗലോസ് അത്ര നോർമൽ ഒന്നാണെന്ന് തോന്നുന്നില്ല. ശകലം എന്തോ ഒരു ശകലം ബലഹീനതയുള്ള ഒരു മനുഷ്യൻ ആയിരുന്നു. പൗലോസിന്റെ പല പ്രസ്താവനകൾ കേട്ടാലും അങ്ങനെ ചിലപ്പോൾ തോന്നും ആളുകൾക്ക് ഭ്രാന്തന. കാരണം ലോകത്തിൽ ഒരു മനുഷ്യനും പ്രശംസിക്കുകയില്ല ബലഹീനതയിലെ കയ്യേറ്റം വരുമ്പോഴോ, ബുദ്ധിമുട്ട് വരുമ്പോഴോ, ഉപദ്രവങ്ങൾ വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ ആരെങ്കിലും അതൊക്കെ ഇഷ്ടപ്പെടുമോ? ഇവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാത്തോണ്ട് സഹിക്കുന്നു. എല്ലാവരും എന്തോ ചെയ്യും? 4 പേര് പിടിച്ചു നിർത്തി ഇടിയെ ഇടി, സഹിക്കാതെ വല്ലതും ചെയ്യാൻ നോക്കുമോ? പക്ഷെ എനിക്കത് വളരെ ഇഷ്ടമായി എന്ന് പറയണമെങ്കിൽ, വണ്ടിക്കൂലിക്ക് കാശില്ലാതെ ബസ് സ്റ്റോപ്പിൽ ഞാൻ ഇങ്ങനെ നോക്കി എല്ലാ ബസ്സും പോകുന്ന കണ്ടു. പക്ഷേ ബസ്സിൽ കയറാനൊക്കില്ല, കാരണം എൻ്റെ കാശില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം വരെ, രാവിലെ തുടങ്ങും വൈകുന്നേരം വരെ അവിടെ അങ്ങനെ കുത്തുന്നു. വിശപ്പില്ലാതെ ഇങ്ങനെ കാശില്ലാതെ വിശപ്പിന് ആഹാരം കഴിക്കാതെ 1 നേരമായി 2 നേരമായി 3 നേരമായി പോലും എനിക്കത് ഇഷ്ടപ്പെട്ടു വളരെ. അതുപോലെ ചില ആളുകൾ വെറുതെ വന്ന് കയ്യേറ്റം ചെയ്യുന്നു. സുവിശേഷം പറഞ്ഞതിന് ഇടിക്കുന്നു, അടിക്കുന്നു, മർദ്ദിക്കുന്നു, തൊഴിക്കുന്നു. എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ബ്രാൻഡ് അല്ലെന്ന് തോന്നുന്നു പൗലോസ്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആരുടെയും ബ്രാൻഡിൽപ്പെട്ട ആളല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ബ്രാൻഡ് എങ്ങനെയാണ്? നമ്മുടെ ബ്രാൻഡ് ഈ ബ്രാൻഡ് അല്ലല്ലോ. ഇതിവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് അഭിമാനം കൊള്ളുന്നവരാണോ? എന്നിട്ട് പറയുക, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ, കിഡ്നിക്ക് കേടായിരിക്കുമ്പോ, ലങ്സിന് ശ്വാസം മുട്ടലായിരിക്കുമ്പോ, ഹാർട്ടിന് അറ്റാക്ക് ആയിരിക്കുമ്പോ, വാദം വന്നിട്ട് കാലെടുത്ത് നടക്കാൻ വയ്യാതെ എഴുന്നേറ്റിരിക്കാൻ വയ്യാതിരിക്കുമ്പോ, 10 പൈസ കയ്യിലില്ലാതെ ബുദ്ധിമുട്ടി നടക്കുമ്പോ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ശക്തനാണെന്ന് പറയും. നമ്മുടെ ശക്തി എപ്പോഴാ? കാശുള്ളപ്പോൾ നമ്മൾ ശക്തരാണ്, ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാം. ആരോഗ്യമുള്ളപ്പോൾ നാം ശക്തരാണ്, ഇഷ്ടമുള്ളത് നമുക്ക് പോകാം, ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. നമ്മൾ ശക്തരായിരിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമുക്ക് ആരോഗ്യമുണ്ട്, ബലമുണ്ട്, പണമുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഞാൻ ബലവാനായ ഒരു മനുഷ്യൻ, ശക്തനായ ഒരു മനുഷ്യനാണ്, അങ്ങനെയൊന്നും എനിക്ക് ആരുടെയും മുന്നേ കൂസേണ്ടതായിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. പൗലോസ് പറഞ്ഞ അങ്ങനെയല്ല, എൻ്റെ ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ഭയങ്കര ശക്തനാണ്, എനിക്ക് ധനവും തരരുത്, ദാരിദ്ര്യവും തരരുതെന്ന് പറഞ്ഞു. അന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അങ്ങനെ. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ, ഇന്ന് റേഷൻ വാങ്ങാൻ ആവശ്യത്തിനുള്ളത് മാത്രം നീ തരണം, നാളത്തേക്ക് തരരുത്. അപ്പൊ അത് പൗലോസ് അങ്ങനെയൊക്കെയാ പറഞ്ഞത്. നാം എങ്ങനെയാ പറയേണ്ടത്? അപ്പൊ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനാണ് പോകുന്നത്. ഈ വേദഭാഗത്തെ ആധാരമാണ്, നിങ്ങൾക്കതിന് ഉത്തരം പറയാം. ഒരു വിശ്വാസി when is he at his best? at his best എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഒളിമ്പിക്സിന് 100 മീറ്റർ ഓടിയതായിരിക്കുന്ന ആൾ അവസാനത്തിൽ ഓടിക്കഴിഞ്ഞ് ഏറ്റവും മുന്നിൽ ചെന്നു, വിക്ടറി സ്റ്റാൻഡിലെ ആ സെന്ററിലുള്ളത്തേക്ക് ഇരുന്നു. ദേശീയഗാനം പിടിച്ച് ഗോൾഡ് മെഡലും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയാം, ആ ഓട്ടക്കാരൻ he was at his best when he came first. അവൻ ഒന്നാമതായി വന്നപ്പോൾ അവനവന്റെ ബെസ്റ്റ് ആയിരുന്നു. അല്ലേ ബോക്സിങ് നടത്തുന്ന ഒരാള് എല്ലാവരും ഇടിച്ചിട്ട് അവസാനം വേൾഡ് ചാമ്പ്യനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് വേൾഡ് ചാമ്പ്യനെ ഇടിച്ച് താഴെയിട്ട് ഒറ്റ ഇടിക്ക് താഴെ വീണു. when is he at his best? വേൾഡ് ചാമ്പ്യനെ ഇടിച്ച് താഴെ ഇട്ടപ്പോൾ, അല്ലേ? ഇപ്പൊ പൗലോസ് ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ ചോദിക്കുകയാണ്, when is a man at his best? ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് പറയാം, നമ്മളെ സാധാരണക്കാരെ കുറിച്ചല്ല. ഒരു ഭക്തനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന സാഹചര്യം എന്തായിരിക്കും? പൗലോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ട് വായിച്ചു. 7-ാമത്തെ വാക്യത്തിൽ എന്താ പൗലോസ് പറഞ്ഞത്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന്. നിഗളിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ വെളിപ്പാടുകൾ. ഇന്നിപ്പോ അങ്ങനെയുള്ള വെളിപ്പാടില്ല, അതോ ഇൻസ്പിറേഷനും ഇല്ല,
പുതിയ സത്യങ്ങളൊന്നും ദൈവം വെളിപ്പെടുത്തുന്നില്ല. വെളിപ്പെടുത്തിയ സത്യങ്ങൾ തെറ്റുകൂടാതെ എഴുതാനായിട്ട് ആരെയും എഴുത്തുകാരെ അപ്പോസ്തലന്മാരെ ഉപയോഗിക്കുന്നില്ല. ഇന്ന് പിന്നെ ബൈബിളിനകത്തുള്ള 3 ഉപദേശം: 1 റെവലേഷൻ, മറ്റേ ഇൻസ്പിറേഷൻ, 3 ഇലുമിനേഷൻ. 1 വചനത്തിന്റെ വെളിപ്പാട്, 2 വചനത്തിന്റെ എഴുത്ത്, തെറ്റുകൂടാതെ ഉള്ളതായിരിക്കുന്ന എഴുത്ത്, ദൈവനിശ്വാസ്യത എന്ന് പറയും. 3 വചനത്തിന്റെ വെളിച്ചം, പ്രകാശം, നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിച്ചിട്ട് സകല സത്യം അറിയുക. അപ്പൊ ഒരു ദൈവപൈതൽ അവന്റെ ബെസ്റ്റ് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഇന്ന് അവന്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ളതായിരിക്കുന്ന വചനം വായിച്ച് അതിലെ സത്യങ്ങൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുന്ന. പുതിയ വെളിപ്പാടുകളൊന്നുമില്ല. കാരണം 2000 കൊല്ലം 4000 കൊല്ലമായിട്ട് എഴുതിയതായിരിക്കുന്ന പുസ്തകമല്ല. എന്നതാ പുതുതായിട്ട് പറയാം? പുതുതായിട്ട് എന്തെങ്കിലും വരുന്നത് ശരിയായിരിക്കില്ല. ഒരാൾ പറഞ്ഞു, നീ പുതുതായിട്ട് എന്തെങ്കിലും ബൈബിളിൽ നിന്ന് കണ്ടാൽ മനസ്സിലാക്കിക്കോണം, അത് തെറ്റാണ്. ഈ 4000 വർഷമായിട്ട് പഴയ നിയമം എഴുതിയിട്ട്, ഈ 4000 വർഷം പുതിയ എഴുതി 2000 വർഷം, ഈ വർഷങ്ങളിലെങ്കിലും ആരും കാണാത്ത വണ്ണം നീ ഒരു പുതിയ സത്യം കണ്ടാൽ അതിന്റെ അർത്ഥം നീ കണ്ടത് തെറ്റാകാനാ സാധ്യത. എന്നാൽ അപ്പോസ്തലിക കാലത്ത് കണ്ടതും പിന്നെ നൂറ്റാണ്ടുകളിൽ കണ്ടതുമായത് പിന്നെ എന്ത് ചെയ്തു? അന്ധകാരയുഗം വന്നു. 350 AD തുടങ്ങി 1250 വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിന് ഡാർക്ക് ഏജസ് ആണ്. സഭയുടെ അന്ധകാര യുഗമാണ്. ആ കാലത്ത് ബൈബിൾ അങ്ങ് മാറ്റിവെച്ചു. ബൈബിളൊന്നുമില്ല, വെറുതെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ആയിട്ട് പോവായിരുന്നു. അക്കാലത്ത് അപ്പോസ്തലന്മാർ കണ്ടതും പഠിപ്പിച്ചതുമായിരിക്കുന്ന സത്യങ്ങളെല്ലാം സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൊ വീണ്ടും ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? കണ്ണു തുറന്ന സത്യങ്ങളെ കാണുന്നു. അങ്ങനെ ഒരു വിശ്വാസി ദൈവവചനത്തിലെ സത്യങ്ങൾ അവനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാണുമ്പോൾ നമ്മൾ പറയും, ദൈവവചനത്തെ സംബന്ധിച്ച് ഹീസ് അറ്റ് ഹിസ് ബെസ്റ്റ്. പൗലോസ് ഈ വെളിപ്പാടുകളുടെ കാലമാണ്, ദൈവവചനം എഴുതുന്ന കാലമാണ്, ദൈവ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് എഴുതു പൗലോസ് എന്ന് പറഞ്ഞ് എഴുതിക്കുന്ന കാലമാണ്. അപ്പൊ പറയാണ്, അങ്ങനെ വെളിപ്പാടുകളുടെ ആധിക്യം എനിക്കുണ്ടായത്. ഓരോ രാത്രിയിലും ദൈവ സത്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. റോമാലേഖനം എഴുതി, ഗലാത്യ ലേഖനം എഴുതി, കൊലോസ്യ ലേഖനം എഴുതി, എഫേസ്യ ലേഖനം എഴുതി, ഇങ്ങനെ ഓരോരോ പുസ്തകങ്ങൾ സത്യങ്ങളെങ്കിലും വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെളിപ്പാടുകൾ ധാരാളം വന്നപ്പോ എന്ത് സംഭവിക്കാം? ഞാൻ ഇത്ര മിടുക്കനാണല്ലോ എന്നൊരു ചിന്ത വേണേ വരാം. അതാണ് വെളിപ്പാടുകളുടെ ആധിക്യത്തെ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടത്. അപ്പൊ നിഗളിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിലെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് ആ മനുഷ്യനെ പറ്റി ഞാൻ പറയും, ഹീസ് അറ്റ് ഹിസ് ബെസ്റ്റ്. പക്ഷെ അവിടെ ഒരു അപകടമുണ്ട്. എന്താണ്? നിഗളിച്ച് കൊള്ളരുതാത്തമായിട്ട് തീരാൻ ഒരിടയുണ്ട്. അതിന് ദൈവം ഒരു ക്രമീകരണം ചെയ്തത്. അപ്പൊ നമ്മൾ ദൈവവചനം പഠിക്കാനായിട്ട് ഇരിക്കുമ്പോ ദൈവിക സത്യങ്ങൾ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചിട്ട് ദൈവിക സത്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട്. 66 പുസ്തകങ്ങൾ അടങ്ങുന്നതായിരിക്കുന്ന ബൈബിൾ വൈരുദ്ധ്യമായിട്ടൊന്നുമില്ല. ഉൽപ്പത്തിയിൽ പറഞ്ഞിട്ടുള്ളതും വെളിപ്പാടിൽ പറഞ്ഞിട്ടുള്ളതും മറ്റു പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള വൈരുദ്ധ്യതയില്ല. എല്ലാം ഒന്നൊന്നിനോട് യോജിക്കുന്നതാണ്, കോംപ്ലിമെന്റിങ് ആണ്. അപ്പൊ യോജിക്കാത്ത എന്തെങ്കിലും ഞാൻ കണ്ടാൽ ഉടനെ എന്ത് മനസ്സിലാക്കിക്കോണം? ഞാൻ കണ്ടത് ശരിയല്ല. കാരണം ദൈവവചനത്തിൽ വൈരുദ്ധ്യതയില്ല. അപ്പൊ ഞാൻ കണ്ടതും ഈ വചനമായിട്ട് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണം എന്താണ്? അപ്പൊ ഞാൻ കണ്ടതിൽ എന്തോ അപാകത ഉണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോ അങ്ങനെ വൈരുദ്ധ്യതയില്ലാതെ ഞാൻ ദൈവത്തിന്റെ വചനങ്ങൾ എനിക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുമ്പോ ഒരു ബൈബിൾ സ്റ്റുഡന്റ്, ഒരു വേദ വിദ്യാർത്ഥി, ഒരു വചനം പഠിക്കുന്ന ഒരു ദൈവ പൈതലെ, വചനം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ഐ ആം അറ്റ് മൈ ബെസ്റ്റ്. അങ്ങനെ ഒരുപാട് ആളുകളൊന്നുമില്ല, വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. ആരുമില്ലെന്നല്ല, ഉണ്ട്, നൂറുകണക്കിനുണ്ടെങ്കിലും 10,000-കണക്കിന് ലക്ഷക്കണക്കിനൊന്നും ഓരോ സമയത്തില്ല. അപ്പൊ പൗലോസിനെ പറ്റി പറയുമ്പോൾ അതാണ് പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യം. ചില ആളുകൾ പറയില്ലേ, പണത്തിന്റെ ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ മറ്റോരോരോ സാഹചര്യങ്ങളുടെ. ഇല്ല, പൗലോസിന് പറയാനുള്ളതല്ല, ദൈവിക വെളിപ്പാടുകളുടെ. പൗലോസ് രാത്രി കിടന്നുറങ്ങുന്നു, പ്രാർത്ഥിച്ചിട്ട് വചനം വായിക്കാനിരിക്കുന്നു, പഴയ നിയമ തിരുവഴുത്തിലെടുത്ത് വെച്ച് ധ്യാനിക്കുന്നു. അപ്പോ പൗലോസിന് ഇങ്ങനെ ബൈബിളിലെ എല്ലാ മർമ്മങ്ങളും പൗലോസിനെ വെളിപ്പെടുത്തിയത്. 6 മർമ്മങ്ങളുള്ളതെല്ലാം, ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മവും സഭയെക്കുറിച്ചുള്ള മർമ്മവും, ഇങ്ങനെ ഓരോ മർമ്മങ്ങളും പൗലോസിന്. അപ്പൊ ഇതെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോ പത്രോസിനും യോഹന്നാനും ഒന്നും വെളിപ്പെടുത്തി കൊടുക്കാതെ ഇരിക്കുകയാണല്ലോ, ഇപ്പൊ ഞാനൊരു കൊച്ചുമിടുക്കനാണ് എന്ന് പറയാനുള്ള സാധ്യത, ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത്രയധികം വെളിപ്പാടുകൾ എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്നില്ല, അതിന്റെ കാലം കഴിഞ്ഞു. ഇൻസ്പിറേഷൻ ഒന്നുമില്ല, നിശ്വാസ്യത എന്ന് പറഞ്ഞ ഒന്നുമില്ല ഇന്ന്. അത് ദൈവവചനം 66 പുസ്തകങ്ങൾ കൊണ്ട് ആ നിശ്വാസ്യത. ഇനി നിശ്വാസ്യതയുള്ള വേറെ പുസ്തകങ്ങളൊന്നും ആലോചനകളൊന്നും ആർക്കും തരുന്നില്ല. എത്ര വലിയ പണ്ഡിതനായാലും അവൻ പറയുന്നത് ദൈവവിശ്വാസ്യതയൊന്നുമില്ല. അത് ആരായാലും
ഞാൻ പഠിപ്പിക്കുന്നതിനും ദൈവവിശ്വാസ്യതയൊന്നുമില്ല. ദൈവത്തിലെ സത്യങ്ങളോട് പൊരുത്തപ്പെടുന്നെങ്കിൽ മാത്രം അത് ശരിയാണ്. അല്ലാതെ ഞാൻ പറയുന്നത് ഇന്നാര് പറഞ്ഞതിന് ദൈവവിശ്വാസ്യത ഉണ്ടല്ല. പൗലോസ് എഴുതുന്നതിനെല്ലാം ദൈവവിശ്വാസ്യത ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ ബൈബിൾ 66 പുസ്തകങ്ങൾ എഴുതിയപ്പോൾ അത് ദൈവവിശ്വാസ്യത ഉണ്ട്. കാരണം വള്ളി പുള്ളിക്ക് വ്യത്യാസം വരാതെ ദൈവാത്മാവ് എഴുതിച്ചതാ. ഇന്നിപ്പോ അതിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുമ്പോൾ ദൈവവിശ്വാസ്യതയൊന്നുമില്ല. ശരിയാണോ അല്ലയോ നീ ബൈബിളുമായിട്ട് ഒത്തു നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങളുടെ ദുരുപദേശകന്മാരുണ്ടാകും, അവിടെ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. വളരെ സൂക്ഷിച്ചോണം. ഒരാൾ പ്രസംഗിക്കുമ്പോൾ മറ്റെല്ലാവരും എന്ത് ചെയ്യണം? അതേക്കുറിച്ച് ചിന്തിക്കണം, ഇത് ശരിയാണോ എന്ന്. അതാണ് ബരോവയിലെ ആളുകൾ ചെയ്തത്. പൗലോസ് പ്രസംഗിച്ചെങ്കിലും അവരതെല്ലാം സ്വീകരിച്ച് നോട്ട് ബുക്ക് എഴുതി വീട്ടിൽ പോയി എന്ത് ചെയ്തു? പഴയ നിയമം എടുത്തു വെച്ച് അവർ പരിശോധിച്ച് നോക്കി പൗലോസ് പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. കാരണം പൗലോസ് എന്ന് പറഞ്ഞ ആളിനല്ല നിശ്വാസ്യത ഉള്ളത്, തന്നെ എഴുതിയ വചനങ്ങൾക്കാണ്. അപ്പൊ തനിക്ക് തെറ്റുപറ്റാം. അതുകൊണ്ട് ദൈവവചനവുമായിട്ട് ഒത്തു നോക്കി അവര്, ദൈവവചനവുമായിട്ട് ഒത്തു നോക്കി. ഇത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കേണ്ടത് അതാണ്. ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ദൈവം എഴുതിയതായിരിക്കുന്ന തിരുവചനത്തിൽ മനസ്സിലാക്കാനുള്ള, അതിന് വെളിപ്പാടെന്നല്ല പറയുന്നത്, ഇലുമിനേഷൻ, പ്രകാശനം എന്നാ പറയുന്നത്. ദൈവവചനത്തിന്റെ പ്രകാശനം ധാരാളമായി ലഭിക്കണം. പൗലോസൊക്കെ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് നിങ്ങൾ സത്യം അറിയേണ്ടതിന്. അത് നാം അങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവ് ഈ വേദഭാഗത്തെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തിന്റെ ദൃഷ്ടികളെ അവിടുന്ന് പ്രകാശിപ്പിക്കണം. ഞാനൊരു വേദഭാഗം വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഉടനെ പോകും. ലോകപ്രശസ്തരായ ദൈവദാസന്മാർ ഒരുപാട് പേരുണ്ട്. ജോൺ കാൽവിനുണ്ട്, സെയിന്റ് അഗസ്റ്റിനുണ്ട്, ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അവർ ഈ വേദഭാഗത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പോയി തിരക്കും. അവർക്കാർക്കും മനസ്സിലായിട്ട് കാര്യമല്ല. അവരാരും ഇത് കണ്ടില്ലെങ്കിൽ ഞാൻ പറയും ഞാൻ കണ്ടത് ശരിയാകാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ ചോദിക്കും, ദൈവം പുതിയ സത്യവും നിന്ന് വെളിപ്പെടുത്തിയില്ലേ? ഇന്നിപ്പോ എന്തോ പുതിയ സത്യം വെളിപ്പെടുത്താൻ? AD 2024 2000 വർഷമായിട്ട് ദൈവദാസന്മാർ പ്രസംഗിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ പലതും നഷ്ടമായി പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരൊക്കെ കുറിച്ചു വെച്ചതായിരിക്കുന്ന പുസ്തകങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. ഇന്നും ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്ന് പുതിയ പുതിയ സത്യങ്ങൾ ദൈവത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പാട് വഴി വെളിപ്പെടുത്തുന്നതല്ല, എഴുതിയ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ തരും. പക്ഷെ നാം മനസ്സിലാക്കിയത് ശരിയാണെന്ന് എങ്ങനെ അറിയുന്നത്? നമ്മളെക്കാൾ ദൈവാത്മ നിറവുള്ളവരും ഭക്തന്മാരുമായിരുന്ന വേദപണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ ആ വേദഭാഗം വായിച്ചിട്ട് എന്താ പറഞ്ഞത്? 50 പേര് വായിച്ചത് 49 പേര് ഞാൻ പറഞ്ഞതുപോലെയല്ല വേറെ ഒരു വിധത്തിലാണ് പറയുന്നതെങ്കിൽ അവർക്ക് 49 പേർക്ക് തെറ്റുപറ്റിയോ, എനിക്ക് തെറ്റുപറ്റിയോ. എന്നാൽ അത് പകുതി പേര് അങ്ങനെയും പകുതി പേര് ഇങ്ങനെയുമാണ്. ആ പകുതി പേരുടെ കൂട്ടത്തിലാണ് ഞാനെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ അതേക്കുറിച്ച് പഠിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം ചെയ്യണം. രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് 7ാമത്തെ വാക്യത്തിൽ തന്നെ, ഒരു ദൈവഭക്തനായ മനുഷ്യൻ when is he at his best? ദൈവവചനത്തിൽ പ്രകാശനം ധാരാളം ലഭിക്കുമ്പോഴാണ് എന്നൊന്നും ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, അവൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥിതിയിലാണ് എന്ന് പറയണമെങ്കിൽ ഞാൻ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? ആ മനുഷ്യന്റെ ബലഹീനത എന്താണെന്ന് അവന് ബോധമുള്ളപ്പോൾ. പൗലോസിന് അറിയാവുന്നുണ്ടായിരുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്കൊരു പ്രശ്നമുണ്ട്. പൗലോസിന് മനസ്സിലായി. എന്താണെന്നറിയാമോ? ഒരുപാട് സത്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ എന്നൊരു, അപ്പൊ പത്രോസാരടാ, യോഹന്നാനാടാ, അവർക്ക് എന്താ, അവർ 2 പുസ്തകമല്ലേ എഴുതിയിട്ടുള്ളൂ. ഞാൻ എത്ര പുസ്തകം എഴുതി? 14 പുസ്തകം എഴുതിയില്ലേ? പൗലോസ് എഴുതിയ റോമാലേഖനത്തിന് റിസർച്ച് ചെയ്തിട്ട് ഒരു 1000 അല്ല, ഒരു 10,000-2000 പേരെങ്കിലും PhD എടുത്തിട്ടുണ്ട് റോമാലേഖനത്തിൽ. പൗലോസ് എഴുതിയ ഒരു വാക്യത്തിൽ നിന്ന് ഗവേഷണം ചെയ്തിട്ട് PhD എടുത്തിട്ടുണ്ട്. അപ്പൊ അത്ര വലിയൊരാളാ പൗലോസ്. അപ്പൊ നെഗളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഓരോ മനുഷ്യർക്കും അവന്റെ ബലഹീനവശം എന്താന്നുള്ളത് അറിയണം. എന്റെ ബലഹീനത എന്താണ് എന്നെനിക്ക് ബോധം വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഐ ആം അറ്റ് മൈ ബെസ്റ്റ്. കാരണം പിന്നെ ആ മേഖലയിൽ വീടുപോകാനുള്ള സാധ്യത ഇല്ല. കാരണം എനിക്കറിയാം ഞാൻ എന്റെ ബലഹീനത എവിടെയാണ്. നിഗളമാണോ, അഹങ്കാരമാണോ, നിരാശയാണോ, ഡിപ്രഷനാണോ, കോപം വരുന്നതാണോ? എന്താ എന്റെ ബലഹീനത? ചില ആളുകൾക്ക് വിമർശനം സഹിക്കാൻ വയ്യ. അവരെ ആരെങ്കിലും വിമർശിച്ചാൽ അവർ ആണിക്ക് മതവിളകിയതുപോലെയാണ്. വേറെ ചിലർ അങ്ങനെയല്ല. അവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർ ഡിപ്രഷൻ വരും, വിഷാദം വരുന്നിട്ട് അവരെന്ത് ചെയ്യും? ആരോടും മിണ്ടുകയില്ല, വീട്ടിൽ പോയി മുറിക്കകത്ത് കയറി ഊണുമില്ല, തീറ്റിയില്ല, പ്രാർത്ഥനയില്ല, പാട്ടുമില്ല. പിന്നെ ആകെപ്പാടെ
ഒരു മാനസിക രോഗിയെ പോലെയാണ്. അത് അവന്റെ ബലഹീനതയാണ്. അത് അവന് മനസ്സിലാക്കണം. വിമർശനങ്ങൾ വന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം, ഞാൻ ആരെന്നെ വിമർശിച്ചാലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാൻ ഉള്ള ശക്തിക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിക്കും. എനിക്കറിയാം ഓരോരുത്തരുടെ ബലഹീനത. എൻ്റെ ബലഹീനത എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനത അറിയാവുന്നുള്ള ചിന്തയാണ് എനിക്ക്. ചില ആളുകളുടെ ബലഹീനത എനിക്കറിയാം. അവരെ എല്ലാ അനുകൂലമായ സാഹചര്യത്തിൽ വളരെ നല്ല വിശ്വാസികളാണ്. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്ത വേറെ ആരെങ്കിലും ചെയ്യുകയോ, അവർക്ക് ഉപദ്രവം ചെയ്യുകയോ, അവർക്ക് നഷ്ടം വരുത്തുകയോ, അവരെ പറ്റി എന്തെങ്കിലും ഒരു അപവാദം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച വളരെ ഭയങ്കര സന്തോഷത്തിരുന്ന വിശ്വാസിയുടെ മുഖഭാവവും മാറും, വാക്കുകളും മാറും, പ്രവൃത്തികളും മാറും, എല്ലാം അങ്ങോട്ട് മാറും. പിന്നെ ആള് വേറെ ഒരു ആളായിട്ടൊക്കെ മാറും. അപ്പൊ അത് അവരുടെ ബലഹീനതയാണ്. അത് അതിജീവിക്കാനായിട്ട് അവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പിന്നെ അവർ ജീവിക്കുന്നത് എങ്ങനെയാ? മറ്റുള്ളവരുടെ അനുമോദനങ്ങൾ വാങ്ങിച്ചും പ്രശംസ വാങ്ങിച്ചും മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ കേട്ടുമാണ് ഇവർ ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ വാങ്ങിയും മറ്റുള്ളവർ തെറ്റിദ്ധരുത്തുന്നത് കൊണ്ടും അവർക്ക് ജീവിക്കാനൊക്കുകയില്ല. അവരതേക്കുറിച്ച് പറയും, എന്നെ വിമർശിച്ചാൽ എൻ്റെ മൂഡ് ഔട്ട് ആവും. ഒരു നല്ല കറി ആണെന്ന് വിചാരിച്ച് വളരെ അധ്വാനിച്ചാണ് സഹോദരി കറി, രാത്രിയിൽ എഴുന്നേറ്റ് കറിയൊക്കെ വളരെ വിശദമായി എഴുന്നേറ്റ് ഗസ്റ്റൊക്കെ വരുന്നു, അങ്ങനെ കൊണ്ട് കറിയൊക്കെ കൊണ്ടുവച്ചു. അതിൽ ഗസ്റ്റിൽ ഒരാൾ ചോറ് ചെയ്ത് എൻ്റെ സമ്മാനം ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത്, കൊണ്ടുകളാ പട്ടിക്കുമല്ല കൊണ്ടുപോയി മനുഷ്യൻ തിന്നു. ഇനി ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഒരു സഹോദരി ഭർത്താവിനോട് പറഞ്ഞത്, അവർക്കൊരു ഗസ്റ്റ് വന്നു. ഗസ്റ്റിന് വേണ്ടി ആ സഹോദരി ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കി, വളരെ അധ്വാനിച്ചുണ്ടാക്കി. എന്നിട്ട് ആഹാരം എല്ലാം കൊണ്ടു കൊടുത്തു. അദ്ദേഹം കഴിക്കാതിരുന്നിട്ട് എടുത്തു വെച്ച ചെത്തു മനുഷ്യൻ വല്ലതും കഴിക്കുന്നതാണെങ്കിൽ പട്ടിയോ വല്ലതും എൻ്റെ കൂട്ട് കൊടുക്കാം എടുത്തിട്ട്. അവർക്കുണ്ടായ പ്രയാസം എന്ന് പറയുന്നത് അല്ലറ ചില്ലറ വലുതാണ്. ഇനിയും ജീവനുള്ള ഒരു കാലം ആ മനുഷ്യന്റെ വീട്ടിൽ കയറ്റില്ല. അയാൾ എന്നെ എൻ്റെ ഭാര്യയും അപമാനിച്ചിട്ട് പോയി. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ മനുഷ്യൻ തെറ്റുകാരൻ, അയാൾ അങ്ങനെ എല്ലാവരും പ്രതികരിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷെ കേട്ടയാൾക്ക് സാധിച്ചില്ല. കർത്താവിനെ എന്തെല്ലാം ഇവൻ ശമരിയക്കാരനെന്നും റോമക്കാരന്റെ മകനാണെന്നും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളെ കർത്താവിനെ പറ്റി. എന്നിട്ട് കർത്താവ് പിണങ്ങിയോ? ഒന്നുമില്ലല്ലോ. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ ബലഹീന വശം എന്താണ് എന്ന് നാം നല്ല ബോധമുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ വി ആർ അറ്റ് അവർ ബെസ്റ്റ്. കാരണം ആ വഴിക്ക് നമുക്കിനി പരാജയം വരാനുള്ള സാധ്യത, കാരണം നമുക്കറിയാം നമ്മുടെ ബലഹീന വശം എന്താണെന്ന്. അങ്ങനെ നമ്മുടെ ബലഹീന വശം, ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നത് ഒന്നുകിൽ അവന്റെ ശക്തി കേന്ദ്രത്തെ ആധാരമാക്കി, അല്ലെങ്കിൽ അവന്റെ ബലഹീനതയെ ആധാരമാക്കിയാണ് ഒരു മനുഷ്യൻ വീഴുന്നത്, പരാജയപ്പെടുന്നത്. ഒരുപാട് സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതാ, അവരുടെ സാൻഗ്വിൻസ് എന്ന് പറയും. ആരെ കണ്ടാലും, ഒരു പരിചയമില്ലാത്ത കണ്ടാലും, അങ്കിള് എന്തുണ്ട്, അങ്കിള് എന്തുണ്ട്, വിശേഷിക്കും, മക്കൾ എത്ര പേരുണ്ട്, എന്താ ജോലി എന്നൊക്കെ എങ്ങനെ ധാരാളം പറയുന്ന ആളുകളാ. മിക്കവാറും അവരെവിടെയാ പരാജയപ്പെടുന്ന അറിയാമോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയും. കാരണം സംസാരിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ശക്തി. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കയറി അവര് പറയും. അത് പിന്നെ വലിയ ഇഷ്യൂ ആയിട്ട് തീരും. നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ. വേറെ ചിലരുടെ ശക്തി എന്ന് പറഞ്ഞാൽ സംസാരിക്കാതിരിക്കുന്നതാണ്. അവരും വീഴുന്ന എവിടെയാണെന്നറിയാമോ? ഒരു വാക്ക് പറയേണ്ടിയിരുന്ന സ്ഥലത്ത് അവർ മിണ്ടാതെ ഇരുന്നു. ആ സഹോദരൻ മരിച്ചപ്പോ ആ സഹോദരിയോട് ആശ്വാസത്തിന് ഒരു വാക്ക് പറയാതെ അയാൾ വന്നിരുന്നേറ്റ് പോയി. എന്റെ മനുഷ്യനായി ഇവരൊക്കെ രക്ഷിക്കപ്പെട്ടവരാണോ? ഇങ്ങനെയാണോ വിശ്വാസികൾ പെരുമാറുന്നത്? ഭയങ്കര വിമർശനം. അപ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്തു? സംസാരിച്ചാലും പ്രശ്നം, സംസാരിച്ചില്ലേ പ്രശ്നമല്ലേ? അപ്പൊ നമ്മുടെ ബലഹീനത മനസ്സിലാക്കണം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നതിന്റെ ബലഹീനതയാണെങ്കിൽ ഞാൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കാം. ഒട്ടും സംസാരിക്കാതിരിക്കുന്നതിന്റെ ബലഹീനതയാണെങ്കിൽ ഞാൻ ആവശ്യമുള്ളിടത്ത് സംസാരിക്കണം. കർത്താവ് അതിനുള്ള കൃപ തരണമെന്ന് പറഞ്ഞാണ് പോകുന്നത്. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താനത്തിൽ പൊന്നാരങ്ങ പോലെയാണെന്നല്ലേ? അതെ. അപ്പൊ ഇത് നമ്മുടെ ബലഹീനത എന്താണെന്ന് നമുക്കറിയാം. സദൃശവാക്യൽ വാക്യമുണ്ടല്ലോ, നീ രാജാവിനോട് പന്തിഭോജനം തിരിക്കുമ്പോ നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചോളനവർ. അപ്പൊ നിന്റെ ബലഹീനത എന്താണെന്ന് ചോദിച്ചാൽ നല്ല ശാപ്പാട് കിട്ടിയാൽ വാരി തിന്നും. നല്ല ശാപ്പാട് കിട്ടിയാൽ നന്നായിട്ട് വാരി കഴിയും. നീ ആരുടെ കൂടെ ഇരിക്കുക എന്ന് ഓർത്തോണോ? ആരുടെ കൂടെ ഇരിക്കുന്നത്? രാജാവ്. ഈ നല്ല ആഹാരം ഉണ്ടാക്കി വെച്ചാൽ നിനക്ക് തിന്നാൻ വേണ്ടിയല്ല, പിന്നെ ആർക്ക് തിന്നാൻ വേണ്ടിയാ? രാജാവിന് കഴിക്കാൻ വേണ്ടിയാണ്. രാജാവിനോട് ഇരിക്കാണ്ട് നിനക്ക്
ഒരു ഭാഗ്യം കിട്ടിയെന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ രാജാവ് അതൊരു ശകലം എടുത്ത് അവന് കൊടുക്കുന്നു പറയുമ്പോൾ ഒരു ശകലം എടുത്ത് മതി 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 ധാരാളം മതി. നമുക്കൊക്കെ ബലഹീനത വരുന്നതായിരിക്കുന്ന ഓരോരോ സാഹചര്യങ്ങളാണ്. ഒരുപാട് വാരിക്കോരി എഴുതുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. അവർ വളരെ ഒരുപാട് ഒരു വാചകത്തിൽ ഉത്തരം എഴുതേണ്ടത് അവരെന്ത് ചെയ്യും? 10 വാചകം എഴുതും. അവസാനം എന്ത് പറയുന്നത് അറിയാമോ? 10 ചോദ്യത്തിൽ 8 ചോദ്യത്തിന് അവർ ഉത്തരം എഴുതും. 2 ചോദ്യം എഴുതാൻ സമയം കിട്ടിയില്ല. ഈ മറ്റേ എഴുതിയതിന് പ്രത്യേക മാർക്കൊന്നും കിട്ടിയില്ല. കാരണം 2 സെന്റൻസ് എഴുതാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. നീ 10 സെന്റൻസ് എഴുതിയതിന് 8 സെന്റൻസും വെട്ടിക്കളി. 2 സെന്റൻസിന് മാർക്ക് തരും. അപ്പൊ അവരുടെ ബലഹീനത എവിടെയാ? പണ്ട് 2 സഹോദരിമാർ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ കയറി കൊച്ചി വന്നിറങ്ങി. രാത്രിയും പകലും അവരിങ്ങനെ കാര്യങ്ങളൊക്കെ വർത്തമാനം പറഞ്ഞായിരുന്നു. കൊച്ചിയിൽ ഇറങ്ങിയപ്പോ അവർ പറഞ്ഞു, എടി പറയാനുള്ളതൊന്നും പറഞ്ഞില്ല, ഈ അടുത്ത പ്രാവശ്യം വേണം നമുക്കത് പറയാൻ. ഏതാ ഈ 2 രാത്രി 2 പകല് മുഴുവനും ട്രെയിനിൽ നിന്ന് ബാധവരാതെ സംസാരിച്ചിട്ടും പറഞ്ഞതെന്താ? പറയണമെന്ന് വിചാരിച്ചു ഒന്നും പറഞ്ഞത് അവർ ബലഹീനത. പറയണമെന്ന് വിചാരിച്ചു ഒന്നും പറയില്ല, പറയേണ്ടതൊക്കെ പറയുകയും ചെയ്യും. നമുക്കൊക്കെ അങ്ങനെയുള്ള ബലഹീനതകളുണ്ട്. അപ്പൊ പൗലോസിന്റെ ബലഹീനത അറിയാമായിരുന്നു. ഞാൻ നിഗളിച്ചു പോകുന്ന സ്വഭാവമുള്ള ഒരാളാണ്, എനിക്ക് അങ്ങനെ ഒരു ബലഹീനതയുണ്ട്. അല്പം നിഗളമുള്ള ഒരാളാണ്. താനെ തൻ്റെ യഹൂദ പാരമ്പര്യത്തിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും യഹൂദൻ ജനിച്ച യഹൂദ, എബ്രായൻ ജനിച്ച എബ്രായൻ, 8 നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ഇല്ലേ, പരീശന്റെ പുത്രൻ, ഇതെല്ലാം പറയുന്നു. എങ്കിലും തനിക്കറിയാൻ തന്റെ ബലഹീനതയാണ് അങ്ങനെ നിഗളിക്കുന്നത്. എങ്കിലും അതെല്ലാം ചപ്പും ചവറുമായി ഞാൻ എണ്ണം. അതവൻ പഠിച്ചു. നിഗളിക്കാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും ചപ്പും ചവറുമായി വലിച്ചെറിഞ്ഞു. കാരണം എങ്കിൽ മാത്രമേ വിനയത്തോടെ കർത്താവിനെ സേവിക്കാനായിട്ട് കഴിയൂ. അപ്പൊ നമുക്കും വേണം അത്. നമ്മുടെ ബലഹീനത ഏത് വശത്താണ് എന്ന് നാം നോക്കണം. നിരാശ വരുന്നതിലാണോ? കോപം വരുന്നതിലാണോ? ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിലാണോ? ഒരുപാട് വാരി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിലാണോ? എവിടെയാണ്? ഓരോരുത്തർക്കും ഓരോ ബലഹീനതയുണ്ട്. നിങ്ങളുടെ ബലഹീനതയെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. മൂന്നാമതായിട്ട് പൗലോസ് പറയുന്നത്, എ മാൻ ഈസ് അറ്റ് ഹിസ് ബെസ്റ്റ് വെൻ ഹി ഈസ് ഇൻ ദി എനിമീസ് കോർട്ട്. ശത്രുവിന്റെ കളത്തിലേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് അവിടെ വെച്ച് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിലാണ്. ദൈവം പൗലോസിനെ പിടിച്ചെടുത്ത് എവിടെ കൊടുത്തെന്നറിയാമോ? സാത്താന്റെ കോർട്ടിലൊക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് അവിടെ 2-3 ഭൂതങ്ങളുണ്ട്. അവന്മാർ എന്ത് ഇടിയാന്നറിയാമോ? ഈ ഇടിയാ, മേപ്പെട്ടും ഇപ്പോട്ടും ഈ ഇടിയാ പൗലോസിനെ ഇടിച്ചേച്ച് മാറുമ്പോഴത്തേക്ക് പൗലോസ് റോമാലേഖനം 8 അധ്യായം എഴുതി, ഞാൻ 9 അധ്യായം എങ്ങനെ എഴുതുന്നു? എന്നെ കൊണ്ട് ഒക്കില്ല, എന്നെ കൊണ്ട് ഒക്കില്ല കർത്താവേ. ചില ആളുകൾ ഒറ്റയടി കൊണ്ടാ മതി, അവർ പിന്നെ ബോക്സിങ്ങിനും പോകില്ല, റെസ്ലിങ്ങിനും പോകില്ല. അതുകൊണ്ടൊരു മനുഷ്യൻ എന്ന നല്ല കാഷ്യസ് ക്ലേയോ അല്ലെ മുഹമ്മദ് അലിയോ അല്ലെ ജോർജ് ഫോർമാനോ ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ബോക്സേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഇടിച്ച് കണ്ട് കലങ്ങിയാലും 6 മാസം കഴിയുമ്പോൾ പിന്നെ അടുത്ത ബോക്സിങ്ങിനാകും. ഷുഗർ റേ റോബിൻസൺ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു, ബോക്സിങ്ങിലെ രാജാവായിരുന്നു. ഒറ്റ ഇടി അടിച്ചുള്ളൂ, ചത്തു വീണു. ആദ്യത്തെ ഇടിക്ക് തന്നെ മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തോട് ആരും യുദ്ധത്തിന് പോകില്ല, ബോക്സിങ്ങിന് പോകില്ല. കാരണം പോയാൽ ജീവനോട് വരുമെന്നുള്ള യാതൊരു ഇതുമില്ല. അത് അദ്ദേഹത്തിന്റെ ബലഹീനതയാണോ ബലമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ബലഹീനതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇടിച്ചാൽ പിന്നെ ഇടി കൊള്ളുന്നവൻ ജീവിച്ചിരിക്കുന്ന പ്രശ്നം. അപ്പോ ഒരു മനുഷ്യൻ അവൻ ശക്തനാണോ എന്ന് അറിയുന്നത് അനുകൂലമായ സാഹചര്യത്തിലല്ല, പിന്നെ എവിടെയാ? ശത്രുവിന്റെ കോർട്ടിലേക്ക് നമ്മളെ എടുത്തെറിയുക. ഒരു പന്ത് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞെന്ന പോലെ നമ്മളെ എടുത്തിട്ട് സാത്താന്റെ കോർട്ടിലേക്ക് എടുത്തിട്ട്. ഉദാഹരണമായിട്ട് ഇയ്യോബിനെ നോക്കിയേ. ഇയ്യോബ് നല്ലവനാണോ മോശമാണോ എന്ന് അറിഞ്ഞ എങ്ങനെയാ? സാത്താന്റെ കോർട്ടിലേക്ക് കൊടുത്തപ്പോഴല്ലേ. സാത്താൻ എടുത്തിട്ട് കലക്കിയില്ലേ? ജീവനെ മാത്രം തൊടരുന്ന് പറഞ്ഞു, മറ്റെല്ലാം തൊട്ടോളാൻ പറഞ്ഞു. സാത്താൻ മറ്റെല്ലാം തൊട്ടു, ജീവനെ മാത്രം തൊട്ടില്ല. 3 സ്നേഹിതന്മാർ വന്നിരുന്നു ആശ്വസിപ്പിക്കാനായിട്ട്. ഒരാഴ്ച വന്ന് കുത്തിയിരുന്നു, ഒന്നും പറഞ്ഞില്ല, കരഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചെറിയ അവന്മാർ തുടങ്ങി. അതെല്ലാം കേട്ടു. പക്ഷെ അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഈ ദേഹരഹിതനായാലും ഞാൻ ദേഹസഹിതനായിട്ട് വീണ്ടും അവനെ കാണും. ഇയ്യോബ് ശക്തനാണെന്ന് തെളിയിച്ചത് അനുകൂലമായ സാഹചര്യത്തിലല്ല. 3000 ആടും 4000 ഒട്ടകവും 7000 ആടും 10 മക്കളും പിന്നെ 12000 വേലക്കാരും എല്ലാമായിട്ട് ജീവിച്ചപ്പോഴല്ല ഇയ്യോബ് നല്ല മനുഷ്യനാണ്, ശക്തനാണെന്ന് തെളിയിച്ചത്. പിന്നെ എപ്പോഴാ?
ഓരോന്നോരോന്നായി പോയി അല്ലേ. സ്വത്ത് മുഴുവൻ പോയി, കൽദേരൊന്ന് പിടിച്ചുകൊണ്ട് പോയി, സ്തോത്രം. വേലക്കാരെ മുഴുവൻ പോയി, സ്തോത്രം. അവസാനം മക്കൾ മുഴുവനും പോയി. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ നാമം വാഴ്ത്തപ്പെടുമാറാകണം. അത് കഴിഞ്ഞിട്ട് അവനും ഇങ്ങനെ ചൊറി പിടിച്ച് ഒരു ചട്ടിയുടെ കഷ്ണവും കൊണ്ട് ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുക, ചാരവും വാരിയിട്ടും കൊണ്ട്. പിന്നെ 3 സ്നേഹിതന്മാർ വന്നിരുന്ന് കുത്തുക. എന്തോരു കുത്തിയെന്നറിയാമോ? ഇയ്യോബ് ഒരു കാര്യം തെളിയിച്ചു. ദൈവം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇയ്യോബ് എന്നെ കുറിച്ച് സംസാരിച്ചതുപോലെ നിങ്ങൾ വിഹിതമായത് എന്നെ കുറിച്ച് പറഞ്ഞില്ല. അവിഹിതമായ ഒരു വാക്കുപോലും ദൈവത്തെ കുറിച്ച് ഇയ്യോബ് പറഞ്ഞില്ല. ഇയ്യോബ് സ്വയനീതീകരണം കുറിച്ച് നടത്തുന്നേ ഉള്ളൂ, പക്ഷെ ദൈവം കുറ്റക്കാരനാന്ന് പറഞ്ഞു. അവസാനം ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോഴാണ് സ്നേഹിതന്മാർക്ക് സൗഖ്യം കിട്ടിയത്. അപ്പൊ വെൻ വാസ് ഇയ്യോബ് അറ്റ് ഹിസ് ബെസ്റ്റ്? ഇയ്യോബിന്റെ ഏറ്റവും മെച്ചമായ അവസ്ഥ എപ്പോഴായിരുന്നു? ശത്രുവിന്റെ കയ്യിൽ കിടന്നു, സാത്താൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പിന്നെ ദൈവമക്കളെന്ന് വിചാരിച്ച 3 സ്നേഹിതന്മാർ വന്നിരുന്നു ഉപദ്രവിക്കാവുന്നത്രയും ഉപദ്രവിച്ചു. ഇതെല്ലാം കേട്ടു. തന്റെ ഭാര്യയും തന്നോടെ പോയി കെട്ടിയാന്ന് യാഗെന്ന് പറഞ്ഞു. അവിടെയും പരാജയപ്പെട്ടില്ല. പലപ്പോഴും ഞാൻ വിശ്വാസികളെ, എന്താ സഹോദര മീറ്റിംഗ്, എന്തിനാ സഹോദര ഇവരുടെയൊക്കെ ഇടയിൽ പോകുന്നത്? അയാൾ പറഞ്ഞെന്തോന്നറിയോ? അയാളൊരു വാക്ക് പറഞ്ഞിട്ടാണ് നീ മീറ്റിംഗ് വരാതിരിക്കുന്നത്. അത്രേ ഉള്ളൂ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഘനമെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ചില സന്ദർഭത്തിൽ ആളുകൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയും. നാം മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങള് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരന്മാര് ചിലപ്പം പറയും. പക്ഷെ അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശത്രുവിന്റെ കോർട്ടിൽ നാമ ദൈവത്തിന് മകനായിട്ട് പെരുമാറുവാൻ കഴിഞ്ഞാൽ ദൈവം പലപ്പോഴും നമ്മുടെ ശത്രുക്കളെയാണ് നമ്മൾ ആരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് പരീക്ഷിക്കാനായിട്ട് നടത്തിയതാരാ? ദൈവത്തിന്റെ ശത്രുവായ സാത്താനെ കൊണ്ടല്ലേ. സാത്താനല്ലേ അവനെ പരീക്ഷിച്ചത്? തീർച്ചയായിട്ടും. പത്രോസിനെ പാറ്റേണ്ടതിന് സാത്താൻ ചോദിച്ചല്ലേ, പാറ്റിക്കോളാൻ കർത്താവ് പറഞ്ഞു. പിന്നെ പാറ്റിയാൽ മുറത്തിന് വെളിയിൽ പോകരുത്, ഈ പതിരാണെ പോകണം. കതിരിങ്ങനെ പാറ്റിയാൽ ഇവിടെ തന്നെ വീഴണം. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാത്താൻ എടുത്തിട്ട് പാറ്റി, പക്ഷേ പത്രോസ് വന്ന് മുറത്തിൽ തന്നെ വീഴും. പിന്നെ എടുത്തിട്ട് പാറ്റി, പത്രോസ് മുറത്തിൽ തന്നെ വീഴും. പിന്നെ എടുത്തിട്ട് പത്രോസിന്റെ വിശ്വാസം പോകാൻ സാത്താനെ കൊണ്ട് കളിച്ച് കഴിഞ്ഞില്ല. പാറ്റി നോക്കി, പോയില്ല. പല പാറ്റുകൾ പലരും ചെയ്യും. അപ്പോസ്തലനായ യോഹന്നാൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായ സാഹചര്യം ഏതാണെന്ന് അറിയാമോ? പത്മോസ് ദ്വീപിൽ ഏകനായി കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ നാട് കടത്തപ്പെട്ടവനായിട്ട് ആ പാമ്പും ചേതകളും എല്ലാം ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് തണുത്ത കാറ്റ് പഠിച്ച് കുറച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു പാറപ്പുറത്തിരിക്കുകയാണ്. കർത്താവിന്റെ ശ്രേഷ്ഠ അപ്പോസ്തലനായ യോഹന്നാൻ ഒരുപക്ഷെ ആ സമയത്ത് 90-95 വയസ്സ് കാണും. ഒരു പരാതിയില്ല, കർത്താവ് നീ എന്നെ ഈ വാർത്തയ്ക്ക് കാലത്ത് എന്നെ തള്ളിക്കളഞ്ഞല്ലോ, നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇല്ല. പിന്നെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ദർശനങ്ങൾ, വെളിപ്പാട് പുസ്തകത്തിന്റെ ദർശനം മുഴുവൻ അവിടെ ഇരുന്നുകൊണ്ടാണ്. ആ വാർദ്ധക്യത്തിലുള്ള മനുഷ്യൻ എങ്ങനെ കഴിഞ്ഞു? ബിക്കോസ് ജോൺ വാസ് അറ്റ് ഹിസ് ബെസ്റ്റ് ഇൻ പത്മോസ്. പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ടപ്പോഴാണ് യോഹന്നാൻ തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ വശം താൻ കാണിച്ചു. പത്രോസിനും അങ്ങനെ തന്നെയാണ്. പത്രോസിന് ഒരുപാട് പരാതി. പത്രോസിന്റെ ബെസ്റ്റ് എപ്പോഴായിരുന്നു അറിയാമോ? പിറ്റേ ദിവസം ഹെരോദാവ് തലവെട്ടാനായിട്ട് നിശ്ചയിച്ചു. 2 പടയാളികളുടെ കാലിൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് അവിടെ നടുവിൽ കിടന്നുറങ്ങുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു രാത്രിയിൽ ഉറങ്ങാനായിട്ട്, സുഖമായിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് മനുഷ്യന് കഴിയണമെങ്കിൽ ഭയങ്കര സമാധാനത്തിലായിരിക്കണം അല്ലേ? ദൂതം വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചെന്നാ പറഞ്ഞത്. പത്രോസ് പറഞ്ഞു കാണും, ഏതായാലും നാളെ രാവിലെ തലവെട്ടാനുള്ളതായി, ഇന്ന് രാത്രി നന്നായിട്ട് അങ്ങ് ഉറങ്ങിയേക്കാം. നമ്മളെ ആരെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസ് വിളിച്ചെന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഉറങ്ങൂല. നാളെ ഹാർട്ട് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞാലോ ഉറക്ക ഗുളിക കഴിച്ചേ ഉറങ്ങത്തുള്ളൂ, അല്ലെ ഉറങ്ങൂല. പൗലോസ് അങ്ങനെ ആയിരുന്നില്ല, പത്രോസ് അങ്ങനെ ആയിരുന്നില്ല, യോഹന്നാൻ അങ്ങനെ ആയിരുന്നില്ല, അവരാരും അങ്ങനെ ആയിരുന്നില്ല, ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. ഓരോരോ സാഹചര്യങ്ങളിൽ ദാവീദ് സങ്കീർത്തനം എഴുതി വായിച്ചാൽ അഭിമലേഖന്റെ മുൻപിൽ ഭ്രാന്ത് നടിച്ച് അവിടുന്ന് ഇറങ്ങി പോകുന്നപ്പോൾ ഒരു സങ്കീർത്തനം ദൈവത്തിനൊരു പാട്ട് പാടിയാ പോകുന്നത്. തന്റെ മകന്റെ മുൻപിൽ നിന്ന്, അബ്ശാലോമിന്റെ മുന്നിൽ നിന്ന് ഓടിപ്പോയപ്പോ ഒരു പാട്ടും പാടിയാ. ശൗല് തന്നെ പല പ്രാവശ്യം കൊല്ലാനായിട്ട് വന്നപ്പോ എന്നാ ഒരു പാട്ട് എഴുതിയേക്കാം. സാധാരണ മനുഷ്യർ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും അല്ല പാട്ട് എഴുതുന്നത്.
ദാവീദ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മനോഹരമായ പാട്ടുകൾ എഴുതാനായിട്ട് കഴിയും. ഡേവിഡ് വാസ് അറ്റ് ഹിസ് ബെസ്റ്റ്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ നാം എപ്പോഴാണ് ബെസ്റ്റ് എന്നുള്ളത് തെളിയിക്കണം, സഹോദരന്മാർക്കും തെളിയിക്കണം. അനുകൂലമായ സാഹചര്യത്തിൽ നല്ല പ്രസംഗം ചെയ്തിട്ട് അതിൽ വലിയ അതിശയമൊന്നുമില്ല, അത് ചെയ്യണം, വേണ്ടെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ മഹത്വത്തെ അളക്കുവാനുള്ളതായിരിക്കുന്ന താക്കോലുകൾ ഒന്ന്, ശത്രുവിന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ എങ്ങനെയാണ് പെരുമാറുന്നത്. ശത്രുവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പർപ്പസ് അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇതേക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ സാത്താന്റെ തല്ലുപിടിയും കൊണ്ടാലും എന്റെ ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുവാൻ എനിക്ക് കഴിയണം. ദൈവം അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് അറിയാനായി എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. 8-ാമത്തെ വാക്യത്തില് പൗലോസ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകൾ താൻ ആഗ്രഹിച്ച് ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവന് ദൈവം തരാതെ ഇരിക്കുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് അവന്റെ ബെസ്റ്റ് തെളിയിക്കുന്നത്. 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ സാത്താന്റെ ഭൂതത്തെ മാറ്റിത്തരണം, എനിക്ക് ഇടി കൊള്ളാൻ തികപ്പില്ല, ഇടി കൊണ്ടല്ല എനിക്കത് സഹിക്കാൻ വയ്യ. ആ ഇടി ഭയങ്കര ഇടിയാ കർത്താവേ, സാത്താന്റെ ഭൂതങ്ങളുടെ ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയാ. ചിലർ പറയാത് കണ്ണ് കാണാൻ വയ്യാത്തതാണ്, എൻ്റെ വേറെ രോഗമാണ്, എന്തും ആകട്ടെ. ഏതായാലും പൗലോസിന് അസഹനീയമായിരുന്നോട് പറഞ്ഞു. 3 പ്രാവശ്യം ഭക്തനായ പൗലോസ് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞില്ല, പ്രാർത്ഥന കേൾക്കില്ല. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കുമ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ്? സാക്ഷ്യം പറയുന്നവർ ആരെങ്കിലും പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് കുറെ കാലമായിട്ടൊരു കാര്യം പ്രാർത്ഥിക്കുന്നു, കർത്താവ് പറയുന്ന തരുവില്ല. സ്തോത്രം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. സാക്ഷ്യം പറയുന്നവരൊക്കെ എന്താ പറയുന്നത്, ഞാൻ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു. അതല്ലേ, അത് നല്ല വാക്യം. എന്റെ എല്ലാ സങ്കടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ചോദിച്ചത് കിട്ടിയില്ല, അതിന് പകരം വേറെ കൊടുത്ത് കൃപ തരാമെന്ന് പറയും. കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ഇടിക്കുമ്പോ ഇടി കൊള്ളാനുള്ള കൃപ. ആ ഭയങ്കര ഇടി ഇങ്ങനെ ഇടിക്കുമ്പോ എന്ന് പറയുമ്പോ സ്തോത്രം എന്ന് പറയാനുള്ള കൃപ. അല്ലെ ആ ഒരു ഇടിക്ക് താഴെ പോവും. അപ്പൊ താഴെ പോവാതെ അങ്ങനെ ഒന്ന് നിന്ന് ഏതാ ഒരിടിക്ക് നീ താഴെ വീണില്ല, എന്നാ ഒന്നുകൂടെ തന്നേക്കാവുന്ന ഭൂതം വരും. ഒരൊറ്റ ഇടിയൂടെ കൊടുത്തു. അപ്പോഴും അങ്ങനെ ഇങ്ങനെ വേച്ച് പോയി പിടിച്ചു നിന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല കൃപ തരാമെന്ന്, ഇടികൊള്ളാനുള്ള കൃപ തരാമെന്ന്. ഇടിക്കാരനെ മാറ്റുമില്ല, ഇടിക്കാരൻ ഇടിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷെ ഇടി കൊള്ളാനുള്ള കൃപ ഞാൻ നിനക്ക് തരാം. അവിടെയാണ് ഒരു മനുഷ്യന്റെ മഹത്വം കാണുന്നത്. മാൻ ഈസ് അറ്റ് ഹിസ് ബെസ്റ്റ്. ദൈവം എന്റെ പ്രാർത്ഥന, ഞാൻ ചോദിച്ച പ്രാർത്ഥനയല്ല, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയാണ് തരുന്നത്. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ഞാൻ ഒരേ ഒരു വിഷയത്തിന് വേണ്ടി 30 വർഷത്തോളം പ്രാർത്ഥിച്ചു. അവസാനം കർത്താവ് പറഞ്ഞു, ഇല്ല ഞാൻ തരികയില്ല മകനെ എന്ന് പറഞ്ഞു. അതിന് പകരം ഞാൻ വേറെ ചിലത് ചെയ്യാമെന്ന്. എന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത്, നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനിയും പ്രാർത്ഥിക്കേണ്ടല്ലോ ആ വിഷയത്തെക്കുറിച്ച്. മറ്റേ എപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോ ഈ കാര്യമാണ് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവസാനം കർത്താവ് പറഞ്ഞു, മതി, 30 വർഷം നീ പ്രാർത്ഥിച്ചു, നീ ചോദിച്ച കാര്യം ഞാൻ തരികയില്ല, പക്ഷെ നീ ചോദിക്കാതെ തരാം. എനിക്ക് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ദൈവം ചില സന്ദർഭങ്ങളിൽ എങ്ങനെയാ, മക്കൾക്ക് വേണ്ടി ചോദിക്കുന്ന ആളുകളുണ്ട്, കർത്താവ് ഒരു കുഞ്ഞിനെ തരണമെന്ന്. കർത്താവ് പറയില്ല, തരുവില്ല, പക്ഷെ നിനക്ക് വേറെ ചില കൃപ ഞാൻ തരാം. വല്ലവരുടെയും കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കൃപ ഞാൻ നിനക്ക് തരാം. ഒരു അനാഥശാലയിലെ കുട്ടികളെ നോക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരാം. അതല്ലല്ലോ കർത്താവെ ഞാൻ ചോദിച്ച, തെറ്റിപ്പോയി. നീ ചോദിക്കുന്നത് തരാനല്ല ഞാൻ ഇരിക്കുന്നത്. നീ ചോദിക്കുമ്പോൾ നിനക്ക് നല്ലതെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യം തരാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നു. പൗലോസ് പ്രാർത്ഥിച്ചു. പൗലോസിന്റെ വേറെ ഏതെങ്കിലും പ്രാർത്ഥനകൾ കേൾക്കാതെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പ്രാർത്ഥനയും കേട്ടു, പക്ഷെ ചോദിച്ചതല്ല കിട്ടിയത്. ചോദിച്ചത് കിട്ടിയിരുന്നെങ്കിൽ ആ കുത്തേണ്ടതിനെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഭൂതത്തെ ഞാൻ മാറ്റി തന്നേക്കാം. ഭൂതം ഇനി മേലാൽ പൗലോസിനെ തൊട്ടുപോകോ? ഇല്ല. ഭൂതം തുറന്നും കുത്തുന്നതാണ്, പക്ഷെ സഹിക്കാനുള്ള കൃപ. അപ്പൊ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ് എന്റെ കൃപ ഇതെന്ന്, അത് തരാമെന്ന് പറഞ്ഞു. നമുക്കും അങ്ങനെയാണ്. നമ്മുടെ ക്രിസ്ത്യൻ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, നാം വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോ കുറച്ച് പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് ഒന്നും പറഞ്ഞില്ല. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി മകനെ, നീ 3 പ്രാവശ്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, ആ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. ഭൂതം നിന്നെ കുത്തേണ്ടതിന്, അത് എന്തായ രോഗമായാലും എന്തായാലും ശരി, ഭൂതം കുത്തേണ്ടതിനുള്ളത് തുറന്നുകൊണ്ടേ ഇരിക്കും.
പക്ഷേ സഹിക്കാനുള്ള കൃപ ഞാൻ തരാം. നമ്മളെല്ലാം രോഗം വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? സൗഖ്യമല്ലേ ചോദിക്കുന്നത്. കൊച്ചിന് ഭയങ്കര പനിയും ചുമയാ, ചുമച്ച് ശ്വാസം അങ്ങ് നീക്കുക. സഹോദരന്മാരെ, ആ ചുമയ്ക്കാനുള്ള കൃപ, അത് സഹിക്കാനുള്ള കൃപ കുഞ്ഞിന് കൊടുക്കണേ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. എങ്ങനെ ആരും ചോദിച്ചു കേട്ടിട്ടുണ്ടോ? കാലിന് വേദന എടുത്തിട്ട് രാത്രി മുഴുവൻ കരച്ചിലാണ്, ഭയങ്കര കരച്ചിലാണ്, നടുവും ഒടിഞ്ഞു പോകാൻ തുടങ്ങിയ. സഹോദരന്മാരെ, അത് സഹിക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എടുത്തു മാറ്റണേ കർത്താവ് എന്ന്, അത് എടുത്തു മാറ്റണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന തെറ്റല്ല. പൗലോസ് പ്രാർത്ഥിച്ചല്ലോ, ഇല്ലേ? അങ്ങനെ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ പാപം ചെയ്യായിരുന്നു, പാപമൊന്നും ചെയ്തില്ല. സാത്താന്റെ ആ ദൂതനെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന തെറ്റൊന്നും ആയിരുന്നില്ല, പാപമായിരുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ഹിതം അതല്ലായിരുന്നു. ദൈവം അത് കൊടുത്തില്ല, അതിന് പകരം വേറൊന്ന് കൊടുത്തു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവത്തിന് കൃപ തരാൻ ഉള്ളതായിരിക്കുന്ന ഇടം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കൃപ ചൊരിയാനുള്ളതായിരിക്കുന്ന ഇടമേ നമ്മൾ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ വരുന്ന ഇടം വേണ്ട. പണ്ട് സായിപ്പിന് വള്ളത്തെ കയറി അക്കരയ്ക്ക് വള്ളക്കാരൻ കൊണ്ടുപോയി, എല്ലാവരും ഇറങ്ങുമ്പോൾ ഇങ്ങനെ 10 പൈസ വീതം കൊടുക്കും വള്ളക്കാരനെ. അതാണ്. അപ്പൊ സായിപ്പ് ഇറങ്ങിയപ്പോ സായിപ്പ് ചോദിച്ചു, പണം വേണോ നന്ദി വേണോ എന്ന് ചോദിച്ചു. അപ്പൊ വള്ളക്കാരൻ വിചാരിച്ചു ഈ നന്ദി എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏതോ വലിയ സാധനമാണ്. പണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, എല്ലാവരും കൊടുത്ത പോലെ 10 പൈസ, അല്ലെ ചിലപ്പോൾ സായിപ്പ് 25 പൈസ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നന്ദി മതി എന്ന് പറഞ്ഞോണ്ട് സായിപ്പ് പറഞ്ഞു നന്ദി നന്ദി നന്ദി. വള്ളക്കാരന് അന്തം വിട്ടുകൊടുക്കുന്നു. നന്ദി നന്ദി, നിന്റെ ഒരു നന്ദി, കാശുണ്ടെങ്കിൽ വെച്ചു പോകാൻ പറഞ്ഞു. നമ്മൾ ദൈവത്തോട് പറയുന്നത് കൃപ കൃപ കൃപ. ആർക്ക് വേണം ഈ കൃപ? സൗഖ്യം ഉണ്ടെത്താ, പണം ഉണ്ടെത്താ, ജോലി ഉണ്ടെത്താ. പൗലോസ് കർത്താവ് ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പം പൗലോസ് പറഞ്ഞു, ഞാനതിൽ സന്തോഷിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാ, ചെറിയ കാര്യങ്ങളല്ല. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ വസിക്കേണ്ടതിന് ഞാന് ബലഹീനതകളിൽ സന്തോഷിക്കും. നമുക്ക് ഏറ്റവും അധികം ആവശ്യം എന്താണ്? ഒരു കർത്തൃദാസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തി അവനിൽ വസിക്കുക എന്നുള്ളതാണ്. അവന്റെ ശക്തി കൊണ്ട് അവന് ചെയ്യുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ബലഹീനതകൾ. കഴിഞ്ഞ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ലെന്ന് പറയാം. ഞാൻ 10 മണിയായപ്പോൾ കിടന്നു. 10:30 ആയപ്പോൾ, ഞാൻ 10 വരെ ഒന്നുറങ്ങി അങ്ങോട്ട് കയറിയുള്ളൂ. 10:30 ആയപ്പോൾ ഒരു ഫോൺ കോൾ. ഞാൻ ഇരുന്നിട്ട് ഒരു സഹോദരിയാ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്. സഹോദരൻ ഉറങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കിടന്നു. എന്താ സഹോദരി എന്ന് ചോദിച്ചു. മകനെ കാണാനില്ല 2 ദിവസമായിട്ട്, എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഞാൻ ചോദിച്ചു, അവന്റെ ഭാര്യ ഇവിടെ? ഭാര്യ ഇവിടെയുണ്ട്, ഭാര്യയ്ക്കും അറിയില്ല. ഭാര്യയും ഭർത്താവുമായിട്ടൊരു വഴക്കുണ്ടാക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോയതാ. ഇന്നത്തെ കാലത്തല്ലേ വല്ല ആത്മഹത്യ ചെയ്യോ എന്തെങ്കിലും ചെയ്തോ ഒന്നും എനിക്കറിയില്ല. ഞാൻ വിധവയായ ഒരു സ്ത്രീയാണ്, ഭർത്താവുമില്ല, എനിക്ക് ഒന്ന് പറയാനായിട്ട് ഒരാൾ പോലും ഇല്ലെന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ. അതുകൊണ്ട് ഞാൻ ബ്രദറിനെ ശല്യം ചെയ്യാൻ രാത്രി വിളിച്ചതാണ്. ഞാൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, അവനെ കണ്ടെത്താൻ വല്ല മാർഗമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, അവന്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ അവനെ 2 ദിവസമായിട്ട് വിളിക്കുന്നുണ്ടോ, ഫോൺ എടുക്കുന്നത്. നമ്പർ ഒന്ന് ഇതാ, ഞാൻ വിളിച്ചു നോക്കാം. ഏതായാലും ഞാൻ അവനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തു ഹൃദ്യമായിട്ട് അവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നീ എവിടെയാ? അവനോട് സ്ഥലം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ അമ്മ വളരെ വിഷമിച്ചാണ് എന്നെ വിളിച്ചത്. ഈ രാത്രി 2 ദിവസമായിട്ട് നിന്നെ വിളിക്കുന്നുണ്ട്, നീ ആ വിളിയൊന്നും കേൾക്കുന്നില്ല. നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നിന്റെ ഭാര്യയുമായിട്ട് നീ പിണങ്ങിയാ പോയെന്ന് വിചാരിച്ച് നിനക്ക് നിന്റെ ഭാര്യയും വിഷമിച്ചല്ലേ ഇരിക്കുന്നത്, നിന്റെ അമ്മയും വിഷമിച്ചല്ലേ ഇരിക്കുന്നത്. നീ പെട്ടെന്ന് ഈ രാത്രി, അപ്പോൾ രാത്രി 11 മണിയായി, ഈ രാത്രി തന്നെ നീ അടുത്ത ബസ്സിനോ വാഹനത്തിൽ കയറി നിന്റെ അമ്മയുടെ അടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പറഞ്ഞ വിളിച്ചിട്ടുണ്ട്, അവൻ വരാമെന്ന് പറഞ്ഞു. താമസിയാതെ അവനങ്ങ് വരുമെന്ന് പറഞ്ഞു. അവൻ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചേക്കണം എന്ന് പറഞ്ഞു. അവൻ ചെന്ന് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വിളിച്ചു. പിന്നെ രാത്രി ഞാൻ ഉറങ്ങിയില്ല. 4 മണി വരെ അവിടെ കുത്തിയിരുന്നു. എനിക്കും അങ്ങനെ പ്രശ്നമുണ്ട്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് തന്നെ ഉണർന്നാൽ പിന്നെ ഞാൻ ഉറങ്ങൂല്ല. 4 മണി വരെ 4 മണിയായപ്പോൾ ഒന്ന് പോയി കിടന്നു. ഇച്ചിരി നേരം ഒന്ന് മയങ്ങതേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകുന്നു. ഞാൻ ഉറങ്ങിയില്ലെന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നില്ല. രാവിലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. നോട്ടുകൾ തയ്യാറാക്കി, വൈകിട്ടുന്ന ക്ലാസ്സിന് എന്താ എടുക്കേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്താ എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നതാണ്, ഞാൻ ബലഹീനരായിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ കാലിന് അസുഖം,
ഓരോരോ അസുഖങ്ങൾ വന്ന് നടക്കാൻ വയ്യ, എടുക്കാൻ വയ്യ, ഒന്നും വയ്യ. എങ്കിലും പ്രസംഗിക്കണമെന്ന് പറഞ്ഞ പ്രസംഗം ഞാൻ പ്രസംഗിക്കും, പ്രസംഗമായിരിക്കില്ല. എനിക്കറിയാതെ കർത്താവ് എനിക്ക് തരുന്ന വലിയൊരു ടെസ്റ്റാണ്. വേദന സഹിച്ച് നീ പ്രസംഗിക്കുമോ, അതോ വേദന നിമിത്തം നീ പ്രസംഗം വേണ്ട എന്ന് മാറിയിരിക്കും. അവിടെ പരാജയപ്പെടാൻ സാധ്യമല്ല. ഒരു നിവൃത്തിയും ഇല്ലാത്ത വല്ല സാഹചര്യങ്ങൾ വന്നെങ്കിൽ മാത്രം അബോധാവസ്ഥയിൽ പോകുമല്ല. നമുക്ക് നമ്മുടെ ബലഹീനതകളിൽ അങ്ങനെ വേണം. അതാണ് പൗലോസ് പറഞ്ഞത്. അതാണ് അവന്റെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് അവൻ അത് സന്തോഷത്തോട് സ്വീകരിക്കണം. സാമ്പത്തിക ഞെരുക്കത്തിൽ ദൈവം എങ്ങനെയാണ് തന്റെ ശക്തി വെളിപ്പെടുത്തുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ ആ സാമ്പത്തിക ഞെരുക്കം സ്വീകരിക്കണ്ടേ? ഞാൻ ആരോടെങ്കിലും പോയി കടമെടുത്തിന്റെ കാര്യം നടത്തിയാൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ഒക്കുമോ? വെളിപ്പെടുത്താൻ ഒക്കുകയില്ല. ഭയങ്കരമായ വേദന പിടിച്ച് ഞാൻ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് ഞാൻ ഉടനെ ഡോക്ടറെ അടുക്കൽ ചെന്നാൽ ഒക്കുമോ? ഒക്കില്ല. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും. എനിക്ക് ഇന്ന ജോലി ചെയ്ത് തീർക്കാനുണ്ട്, തരണമെന്ന്. അങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ ദൈവത്തിന്റെ ശക്തി നമ്മൾ വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ബലഹീനതകളെ നാം അംഗീകരിക്കണം. എന്റെ ബലഹീനത ഞാൻ പ്രശംസിക്കും എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. ഞാൻ പാവപ്പെട്ടവനാണ്, എൻ്റെ പണമില്ലെന്നുള്ളതിൽ ഞാൻ പ്രശംസിക്കുന്നു, ഞാൻ രോഗിയാണെന്നുള്ളതിൽ പ്രശംസിക്കുന്നു, ഞാൻ ബുദ്ധികെട്ടവനാണെന്നുള്ളതിൽ പ്രശംസിക്കുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതിലൊക്കെയാണ് ഞാൻ പ്രശംസിക്കുന്നത്. എൻ്റെ കഴിവുകളിൽ ഞാൻ പ്രശംസിക്കുന്നു, എൻ്റെ പരാജയങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. അപ്പൊ ദൈവം പറയും, നല്ല കാര്യം, ഞാൻ ഇനി പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ് നിനക്ക് വേണ്ടി. അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി പൗലോസിന്റെ ശരീരത്തിലൂടെ പ്രകടമാകണമെങ്കിൽ പൗലോസിന്റെ ബലഹീനതകളെ പൗലോസ് സന്തോഷത്തോടുകൂടെ അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ സാധിക്കൂ. നമുക്കെല്ലാവർക്കും ബലഹീനതകളുണ്ട്. ആ ബലഹീനതകളെ കുറിച്ച് നാം, ധാർമ്മിക ബലഹീനതയാണെങ്കിൽ ചിലർക്ക് തല്ലാനുള്ള ബലഹീനത, കള്ളു കുടിക്കാനുള്ള ബലഹീനത, വ്യഭിചാരം ചെയ്യാനുള്ള ബലഹീനത, മോഷ്ടിക്കാനുള്ള ബലഹീനത, അത് ഞാൻ സന്തോഷിക്കുമെന്ന് പറയരുത്. ആ ബലഹീനതയെ കുറിച്ചല്ല. ഞാൻ ബുദ്ധികെട്ടവനാണ്, എനിക്കൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, ഞാൻ സാമ്പത്തികം ഇല്ലാത്തവനാണ്, എൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള പണം എനിക്കില്ല, ആരോഗ്യമില്ലാത്തവനാണ്, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, കയറ്റം കയറാൻ വയ്യ, ഇറക്കം ഇറങ്ങാൻ വയ്യ, ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ. 10ാമത്തെ വാക്യത്തിൽ അത് ഏറ്റവും പ്രയാസമുള്ള ഒരു വാക്യമാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. 2 ക്രിയയാണ്. 1 ഇഷ്ടപ്പെടുന്നു, 2 ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ക്രിസ്തുവിന് വേണ്ടി എന്നുള്ളത് മറക്കരുത്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, ക്രിസ്തുവിന് വേണ്ടി കയ്യേറ്റം, ക്രിസ്തുവിന് വേണ്ടി ബുദ്ധിമുട്ട്, ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവം, ക്രിസ്തുവിന് വേണ്ടി ഞെരുക്കം. നമ്മളൊക്കെ ഒരുപാട് ഞെരുക്കം വരും. പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഞെരുങ്ങും, പിള്ളേരെ ഡോക്ടറാക്കാൻ വേണ്ടി നമുക്കില്ലാത്ത ലോണൊക്കെ ബാങ്കിൽ നിന്ന് എടുക്കും, പിള്ളേരെ കാനഡ വിടാൻ വേണ്ടി ഇല്ലാത്ത ലോണൊക്കെ എടുക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പറയും, എന്തോ ഒരു ഞെരുക്കം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നറിയാം എൻ്റെ കുടുംബത്തിന് വേണ്ടി. അത് നല്ലതാ, അതിനൊന്നും എതിര് പറയില്ല. പക്ഷേ പൗലോസ് പറയുന്നത് എൻ്റെ മക്കളെ ഡോക്ടേഴ്സ് ആക്കാനും എഞ്ചിനീയേഴ്സ് ആക്കാനും കാനഡയ്ക്ക് വിടാനും അമേരിക്കയ്ക്ക് വേണ്ടി വിടാനും ഒന്നും താന് കഷ്ടം സഹിച്ചെന്നല്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞത്? ക്രിസ്തുവിന് വേണ്ടി. എന്തൊക്കെയാ ക്രിസ്തുവിന് വേണ്ടി? ബലഹീനത, കയ്യേറ്റം എന്ന് വിശദീകരണം വേണ്ട, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുന്നു എന്നല്ല, സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. എനിക്കതാണ്, ആ ക്രിയയാണ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന എതിർപ്പുകളെയും പ്രയാസങ്ങളെയും നാം അത് കടിച്ചു പിടിച്ച് അങ്ങ് സഹിക്കുകയാണോ അതോ ഇഷ്ടപ്പെടുകയാണോ? ഞങ്ങള് അമേരിക്കയിലായിരിക്കുന്ന കാലത്ത് ഒരു മനുഷ്യനുമായിട്ട് ഭാര്യയും കൂടെ, ഒരു 10 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചവർ, വളരെ പ്രായമായ കുട്ടിയുണ്ടായി, ഒരു ആൺകുട്ടി ഉണ്ടായി. അപ്പോൾ ആ കൊച്ചിനെ, അവർ 2 പേർക്കും ജോലിക്ക് പോകേണ്ട സമയമായപ്പോൾ കൊച്ചിനെ നോക്കാൻ അവർക്ക്, ആ കൊച്ചിനെ ഇട്ടേച്ച് പോകാനൊക്കെ ഇല്ല, ആർക്കിട്ട് കൊടുക്കാനാണ്. അവസാനം അവരൊരു ദിവസം വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഗ്രേസിനോട് ചോദിച്ചു, ആൻറ്റി, ഞങ്ങൾ ഒരുപാട് ആളുകളെ ഈ നാട്ടിൽ അന്വേഷിച്ചു, എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഗ്രേസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആ ആൻറ്റി സമ്മതിച്ചാൽ അവരെ കൊടുത്തേക്കാൻ പറഞ്ഞു. ഗ്രേസ് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പോയി പിള്ളേരെ നോക്കാനൊന്നും, കാരണം ഒരു കൊച്ചിനെ രാവിലെ 8 മണിയാകുമ്പോൾ ജോലിക്ക് പോകാൻ കൊണ്ടുവന്നിട്ട് പോയിട്ട് 6 മണിയാകുമ്പോഴേ വന്ന് കൊണ്ടുപോകത്തുള്ളൂ. 8 തുടങ്ങി 6 വരെയുള്ള സന്ദർഭത്തിൽ 2 മാസം പ്രായമുള്ള കൊച്ചാ. ഈ കൊച്ചിനെ എല്ലാ കാര്യങ്ങളും നോക്കണം, മരുന്ന് കൊടുക്കണം, അസുഖമാണെങ്കിൽ അതിന് മരുന്ന് കൊടുക്കണം, അതിൻ്റെ മലമൂത്ര വിസർജാദികൾ എടുക്കണം, അതിന് പാല് കൊടുക്കണം, അതിന് എല്ലാ കാര്യങ്ങളും കൊടുക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഞങ്ങൾ വയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ വളരെ കരഞ്ഞു വിളിച്ച് പറഞ്ഞു, പ്ലീസ് പ്ലീസ്, നിങ്ങൾക്ക് വേണ്ടി ഒരു
ഒരു സഹായം ചെയ്യേ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ, ഞങ്ങൾക്ക് പ്രായമായുണ്ടായ ഒരു കുഞ്ഞാണ്, അതിനെ ഞങ്ങൾക്ക് വേറെ ആരും അതിനെ അങ്ങനെ വളർത്തി സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാനും ഗ്രേസും പറയുന്നത് നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു ഒരു കണ്ടീഷനിൽ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അമേരിക്ക പിള്ളേരെ തല്ലാൻ പാടില്ലെന്നുള്ള നിയമമാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുട്ടിയെ ഞാൻ അടിക്കുമെന്ന്, നിങ്ങളുടെ കുട്ടിയെ ഞാൻ നോവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളിവിടെ തന്നിട്ട് പോയാൽ തിരിച്ചു വന്ന് കൊണ്ടുപോകുന്നവരെ ഞാനും ഗ്രേസും ആ കുട്ടിക്ക് അപ്പനും അമ്മയും പോലെ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങളുടെ ഡിസിപ്ലിനെ ഞങ്ങൾ വളർത്തത്തുള്ളൂ. അത് ഞങ്ങൾ ചിലപ്പോൾ ചെറിയ ചൂരലുണ്ട്, ഞങ്ങളുടെ പിള്ളേരെ അടിക്കുന്ന ചൂരലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നല്ല അടി കൊടുത്തെന്ന് വരും. ഞാൻ പറഞ്ഞു അയ്യോ അത് ഞങ്ങൾക്ക് പ്രയാസമാണ് പറഞ്ഞു. അത് ഞങ്ങൾക്ക് പ്രയാസമാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ അടിക്കുന്നത് ഞങ്ങൾക്ക് ഓർക്കാൻ വയ്യാത്ത, നിങ്ങൾ കുട്ടിക്കോളം പറഞ്ഞ് വളർത്തിക്കോ. അവസാനം അവര് പറഞ്ഞു, അവർ തമ്മിൽ അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു അത്യാവശ്യമാണ് നീ അടിച്ചോളാൻ പറഞ്ഞു. അത്യാവശ്യമായി അടിച്ചോളാൻ പറഞ്ഞു. അത്യാവശ്യം ഇല്ലാത്ത കുഞ്ഞിനെ തല്ലുന്ന ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. വഴി അടിക്കാതെ പിള്ളേരെ വളർത്താൻ ഒക്കുകയില്ല, കാരണം ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. വഴിയാണ് അത് എടുത്തു മാറ്റുന്നത്. ഇത് ആരുടെ കുട്ടിയായാലും ഞങ്ങളുടെ കുട്ടിയായാലും അങ്ങനെ തന്നെ. അപ്പൊ ഇവൻ ഈ ചെറുക്കനെന്ന് പറഞ്ഞ ഒരു അസാധാരണ കാര്യമാണ്. 1 വയസ്സേ അന്നുണ്ടായിരുന്നുള്ളൂ. അവന് ഞങ്ങൾ 2 വർഷം അവരെ നോക്കി. അപ്പൊ അവൻ കുറ്റം ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ അടിക്കും, ചിലപ്പോൾ ഞാൻ ഒരു നുള്ളുണ്ട്, ഒരു നുള്ളുണ്ട്, ഈ നഖം കൊള്ളാതെ ഈ കൈ കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കും. അതിൽ തുടക്കി നല്ല മാസങ്ങളെടുത്ത് നല്ല തൊലി കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ നന്നായിട്ട് വേദനിക്കും. അപ്പോ അവനെ അങ്ങനെ കയറി പിടിച്ചാൽ അവൻ പറയും സായിപ്പല്ലേ, ഇറ്റ് ഹേർട്സ്, ഇറ്റ് ഹേർട്സ്, ഇറ്റ് ഹേർട്സ്, എനിക്ക് നോവുന്നു, എനിക്ക് നോവുന്നു, എനിക്ക് നോവുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് നോവാൻ വേണ്ടി തന്നെയാണ് പിടിക്കുന്നത് പറഞ്ഞു ഒന്നുകൂടെ കൂട്ടിയോ കെട്ടിയെ പിടിക്കും. അങ്ങനെ നന്നായിട്ട് കെട്ടിയായിട്ട് പിടിക്കുമ്പോൾ സോറി എന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് പിന്മാറും. ഞാൻ പറഞ്ഞത് കർത്താവ് ചിലപ്പോ അങ്ങനെയാ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നന്നായിട്ടൊന്ന് മുറുകി പിടിക്കും. അപ്പൊ നമ്മൾ പറയും ഇറ്റ് ഹേർട്സ്, ഇറ്റ് ഹേർട്സ്, കർത്താവ് എനിക്ക് നോവുന്നു, എന്റെ മുഖഭാവം മാറിയെന്ന് വരും, എനിക്ക് കോപം വന്നെന്ന് വരും. കർത്താവ് പറയും നിന്നെ നോവിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ. രസകരമായ കാര്യം, ആ കൊച്ച് 2 കൊല്ലം 3 വയസ്സായപ്പോ ഈ അമ്മ വരും, വൈകിട്ട് പോയി കൊച്ചിനെ കൊണ്ടുപോകും, കൊച്ചു പോവില്ല. കൊച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞ് അവസാനം അവർക്ക് അവരുടെ കൊച്ചിനെ നഷ്ടപ്പെടുമെന്നൊരു ഭയം വന്നു. ഏതാ കൊച്ചു ഞങ്ങളോട് അറ്റാച്ച്ഡ്, അവരോട് അറ്റാച്ച്ഡ് അല്ല. പിന്നെ അവര് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇനി കുഞ്ഞിനെ കൊണ്ടുപോകുക, കാരണം ഇനി മുന്നോട്ട് പോയാൽ അവന് കുറച്ചുകൂടെ അറിവായി വരികയില്ലേ, 3 വയസ്സായില്ലേ, ഇപ്പൊ തന്നെ ആന്റിയും നിങ്ങളുമാണ് അവൻ അപ്പനും അമ്മയും. അവള് ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ച് നിങ്ങൾ കൊണ്ട് വളർത്തിക്കൊള്ളാൻ പറ്റും എന്ന് വൈകിട്ട് കൊണ്ടുപോകും. വൈകിട്ട് കൊണ്ടുപോയാലും അപ്പോ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കത്തുള്ളൂ. കുട്ടികളെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അടിച്ചാൽ അവർക്കറിയാം നാം അവരെ സ്നേഹിക്കുന്നു. അടിക്കാതെ വളർത്തുന്ന എല്ലാ കുഞ്ഞുങ്ങളും പിൽക്കാലത്ത് മാതാപിതാക്കളോട് റിബെല്ല് ചെയ്യും, മറുതരിക്കും, അവർക്ക് തലവേദനയായിരിക്കും. നല്ല ചുട്ട അടി കിടന്ന് വളർത്താമെങ്കിൽ ആ അടി അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ അപ്പച്ചൻ എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്, ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല, അതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ഒരടി കയറേണ്ടത് 10 അടി 15 അടി തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നതൊക്കെ ഞാനിങ്ങനെ ഹൃദയത്തിൽ ചോദിക്കും. എന്നാൽ ഒരടി ഇത്ര നിശ്ചയിക്കുന്ന ജഡ്ജിയാണല്ലോ, കുറ്റക്കാരനല്ലല്ലോ. അപ്പൊ പൗലോസ് പറയുന്ന അതാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകും. നമ്മൾ എപ്പോഴാ ശക്തരായിരിക്കുന്നറിയാമോ? നമ്മൾ ശക്തരായിരിക്കുന്നത് കയ്യിൽ 10 പൈസ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അതിസൽക്കാരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അന്നാണ് ഏറ്റവും നല്ല അതിസൽക്കാരം ചെയ്തിട്ടുള്ളത്. സാമ്പത്തികമായിട്ടൊന്നുമില്ല എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയുമാണ്. കാരണം ഇനി ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്നുള്ള കരച്ചിലോടുകൂടിയാണെങ്കിലും അപ്പോഴാണ് കൊടുക്കുന്നതിന്റെ സന്തോഷം യഥാർത്ഥമായിട്ട് മനസ്സിലാകും. എൻ്റെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, കാരണം എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, പക്ഷെ എൻ്റെ ബുദ്ധിമുട്ടിൽ എൻ്റെ കയ്യിൽ ആകെ കൂടെ അതേ ഉള്ളൂ. പക്ഷെ അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ മകനേ ഉള്ള അബ്രഹാമിന് അവനെ കൊണ്ട് യാഗം കഴിക്കണമെന്ന് പറയുമ്പോഴല്ലേ, അപ്പോഴല്ലേ അബ്രഹാമിന് ഈ മകന്റെ സ്നേഹം എന്താണ്, ഈ മകനെ വേർപിരിയുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണ്, അപ്പോഴാണ് ദൈവത്തിന്റെ പരമാധികാരം എന്താണ് എന്ന് മനസ്സിലാകുന്നത്. 8-10 മക്കളുണ്ടെങ്കിൽ തന്നെ ഒന്നിനെ കൊടുക്കുന്ന പ്രയാസമാണ്. എങ്കിലും 10 മക്കളൊന്നും ഒരെണ്ണത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നിന്റെ മകനായ ഇസ്മായിലിനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അബ്രഹാം എന്നാലും ബുദ്ധിമുട്ടായിരുന്നേനെ. എങ്കിലും ഇസാക്കിനെ യാഗം കഴിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പൊ പൗലോസ് പറഞ്ഞു ഞാൻ ഐ ആം അറ്റ് മൈ ബെസ്റ്റ് when I am at my worst. ഞാൻ ഏറ്റവും ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ വളരെ ശക്തനാണ്.
കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും അനുഭവിക്കേണ്ട കഷ്ടതകൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. സുവിശേഷ വേലയുണ്ട്, നാളെ വരുന്ന സൗര, ഇല്ല സൗര, എനിക്ക് ഒരു ചെറിയ നടുവേദന. നിങ്ങൾക്ക് നടുവേദന ഇല്ലാത്തത് സുവിശേഷ വേലയ്ക്ക് പോയിട്ട് എന്ത് സന്തോഷം? ഞാനത് സന്തോഷമൊന്നും കാണുന്നില്ല. എനിക്ക് ആരോഗ്യ ബലമുണ്ട്, ഞാൻ പോയി. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ച് എനിക്ക് സുവിശേഷം പറയാൻ കഴിയുന്നു. ഞാൻ ആരോഗ്യ ബലമുള്ള കാലത്ത് ഓടി നടന്ന് സുവിശേഷം പറഞ്ഞു, അതിനെന്താ മഹത്വമാണ്? ഇപ്പൊ ഞാൻ സുവിശേഷം പറയുമ്പോൾ അതിന് മഹത്വമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് തീരെ വയ്യ, ഞാൻ ബലഹീനത. അപ്പൊ നിങ്ങൾക്ക് രോഗമില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല, പണമില്ല, ഒന്നുമില്ല, എല്ലാം ഇന്ന് അവധി ദിവസം എന്നാ പൊക്കളയാം, എല്ലാം അനുകൂലമായി എന്നാ ഒന്ന് പൊക്കളയാം. അതിന് വലിയ മഹത്വമൊന്നുമില്ല. നേരെ തിരിച്ചു പറയണം. ഏതാണ്? ഞാൻ രോഗിയായിരുന്നു, ബലഹീനായിരുന്നു, ശക്തിയില്ലായിരുന്നു, പോകാവുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല. രോഗിയായ ഭാര്യ രോഗിയായിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എന്നെ ശക്തനാക്കുന്ന കർത്താവ് എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോയത്. ദൈവം എനിക്ക് ശക്തിയും ബലവും തന്നു. ഞാൻ പോയിട്ട് വന്നപ്പം ഭാര്യയ്ക്ക് കുറച്ചുകൂടെ ആശ്വാസം ഉള്ളതായിട്ടാണ് കണ്ടത്. ഞാൻ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ബലമുള്ളവനായിട്ടാണ് വന്നത്. പോയപ്പോൾ ഞാൻ ബലഹീനായിരുന്നു, വന്നപ്പം കൂടുതൽ ബലമുള്ളവനായിട്ട്. കാരണം കർത്താവ് പറഞ്ഞു, കൊള്ളാം മോനെ, കൊള്ളാം, അങ്ങനെ വേണം നീ ചെയ്യാൻ, അങ്ങനെ വേണം നീ ചെയ്യാൻ. അപ്പോ ഇതൊക്കെ നമുക്കുള്ള വലിയ പാഠങ്ങളാണ്. നമ്മുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിന് ഒരു ക്രെഡിറ്റ് ഇല്ല. നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് ഉണ്ടില്ലേ? മക്കതോനിയിലെ വിശ്വാസികളെ കുറിച്ച് എന്താ പറഞ്ഞത്? അവിടെ മഹാദാരിദ്ര്യം, ഔദാര്യം കാണിപ്പോഴ് വന്നല്ലേ? മഹാദാരിദ്ര്യത്തിൽ നിന്ന് ഔദാര്യം കാണിക്കുമ്പോഴല്ലേ കൊടുക്കയ്ക്ക് മഹത്വം വരുന്നത്. ഇഷ്ടംപോലെ കാശുണ്ട്, അതിൽ നിന്ന് ഒരു 10,000, 2,000, 3,000, 10,000 എടുത്തും കൊടുത്തുകൊണ്ടു പിന്നെ കിടക്കുക ഇഷ്ടംപോലെ. അതിലെന്നെ മഹത്വം? അതിലൊരു മഹത്വമില്ല. ഇതിന് മഹത്വമുണ്ട്. അപ്പൊ നാം ഇതൊക്കെ പഠിക്കണം. So a man is at his best when he takes pleasures in sufferings for Christ's sake. ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് അവൻ മഹാനായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തു ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കുകയും ദൈവത്തിന് കൊള്ളാകുന്നവരായിട്ട് നാം തീരുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.